ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2023 ഇപ്പൊ അടുത്ത് റിലീസായിട്ടുള്ള വേറെ ലെവലെ ട്വിസ്റ്റുകളുള്ള ഒരു അടിപൊളി തെലുഗ് ത്രില്ലർ മൂവിയാണ്. കഥയുടെ പേര് സ്പാർക്ക് ലൈഫ്. നമുക്ക് വേണ്ടത് മിസ്റ്ററിയും ട്വിസ്റ്റും ത്രില്ലറും അല്ലേ. കഥ കുറച്ച് മുൻപോട്ട് പോകുമ്പോൾ പിന്നെ ട്വിസ്റ്റുകൾ പൊട്ടാൻ തുടങ്ങും. ട്വിസ്റ്റ് പ്രേമികള് ഒരിക്കലും ഈ കഥ മിസ്സാക്കരുത്. കഥയെക്കുറിച്ച് അധികം ഒന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഞാൻ കളയുന്നില്ല. അപ്പോൾ എനിക്കൊരു സപ്പോർട്ടിനും മോട്ടിവേഷനുമായിട്ട് എന്റെ എല്ലാ ചങ്കുകൂട്ടുകാരും ഈ ഒരു കഥയുടെ ആരംഭത്തിൽ തന്നെ എനിക്കൊരു ലൈക്ക് തരില്ലേ. കഥ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ തുടങ്ങുകയല്ലേ. ഈ കഥ ആരംഭിക്കുന്നത് അർദ്ധരാത്രി ഹൈദരാബാദിലെ സിറ്റിയിലുള്ള ഒറ്റപ്പെട്ട ഒരു വീട് കാണിച്ചുകൊണ്ടാണ്. പെട്ടെന്നാണ് ആ വീട്ടിലെ കറണ്ട് കട്ടാവുന്നത്. അതുപോലെ എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് ആ വീട്ടിന്റെ ഓണർ അദ്ദേഹം ഞെട്ടി എഴുന്നേൽക്കാണ്. എന്നിട്ട് തന്റെ കയ്യിലെ മൊബൈൽ ലൈറ്റ് വെച്ച് ഒരു മെഴുകുതിരി കണ്ടുപിടിച്ച് അത് കത്തിക്കുമ്പോൾ പെട്ടെന്ന് തന്റെ പിന്നാലെ എന്തോന്ന് വേഗത്തിൽ പാഞ്ഞു പോകുന്ന പോലെ അങ്ങേർക്ക് ഫീൽ ആവുന്നുണ്ട്. അല്ല, എന്തായിരിക്കും ഇത്? അതുമാത്രമല്ല, തന്റെ മകൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. മകളുടെ റൂമിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ അവളെ കാണാനില്ല. അല്ല, ഈ രാത്രി സമയത്ത് അവളോട് പോയി. അപ്പോഴാണ് ആ വീടിന്റെ ഒരു ഭാഗത്ത് അവളെ എന്തോന്ന് നോക്കിക്കൊണ്ട് അങ്ങനെ തരിച്ചു നിൽക്കുന്നത് അദ്ദേഹം കാണുന്നേ. അപ്പോ അല്ല മോളെ ആരാധന, നിനക്ക് എന്താ പറ്റിയേ? എന്നാൽ അവള് മറുത്തൊന്നും പറയുന്നില്ല. അങ്ങനെ അവളെ കൂട്ടിക്കൊണ്ടുവന്ന് അവളുടെ റൂമിൽ കിടത്തിയിട്ട് അദ്ദേഹം ഹാളിൽ ഒരു ചെയറിൽ വന്നിരിക്കുമ്പോ ഉറങ്ങാൻ കിടന്ന ആരാധനയില്ലേ, അവൾ എഴുന്നേറ്റ് വന്നിട്ട് ഒരു കത്തി വെച്ചിട്ട് തന്റെ അച്ഛനെ ക്രൂരമായിട്ട് കഴുത്തിൽ കുത്തി കൊന്നുകളയാണ്. എന്നിട്ട് ആരാധനയില്ലേ, അവള് ആ കത്തി വെച്ച് അവളുടെ കഴുത്തിനറുത്ത് അവളും ആത്മഹത്യ ചെയ്യാണ്. ഇവിടെയാണ് ഈ കഥയുടെ പേരെഴുതി കാണിക്കുന്നത് സ്പാർക്ക് ലൈഫ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഈ കഥയിലെ നായികയായിട്ടുള്ള ലേഖ ദിവസവും അവളുടെ ഡ്രീമിലെ അവളുടെ കാമുകന് സ്വപ്നം കാണാറുണ്ട്. എന്നാൽ ഇതുവരെയായിട്ടും അവനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം അവൾക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ നമ്മുടെ ഹീറോ ലേഖയുടെ അച്ഛനില്ലേ, അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും തന്റെ മകളെ വേഗം കല്യാണം കഴിച്ചു കൊടുക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ബിസിനസ് ഫ്രണ്ടിന്റെ മകനെ വിളിച്ചിട്ട് അവന്റെ മുൻപിൽ തന്റെ മകളെ കുറിച്ച് പൊക്കി അടിക്കുന്നുണ്ട്. നല്ല അടക്കോ ഒതുക്കുള്ള ഒരു നാടൻ പെൺകുട്ടിയാണ്. എന്നാൽ അപ്പോഴാണ് ലേഖ അങ്ങോട്ടേക്ക് ഒരു മോഡേൺ ഡ്രസ് ഇട്ട് വരുന്നത്. അച്ഛനാണെങ്കിൽ തള്ളിവിട്ടത് കയ്യിന്ന് പോയല്ല. മോളെ ലേഖയെ, നിന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇവനാണ് നമ്മുടെ രാജാങ്കളില്ലേ അദ്ദേഹത്തിന്റെ മകൻ. എന്നാൽ അവള് പറയുന്നുണ്ട്, ഈ മരത്തേലേനെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവനോട് ഒന്ന് എണീച്ചു പോകാൻ പറയോ, എന്റെ ഡ്രീം ബോയ് അല്ലാതെ ഞാൻ ആരും കല്യാണം കഴിക്കില്ല. അവനാണെങ്കിൽ ദേഷ്യത്തില് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അപ്പൊ അച്ഛൻ, ഇതിപ്പോ കുറെ പ്രാവശ്യമായിട്ടാ. അല്ല, നിന്റെ ഡ്രീം ബോയ് ആരാന്ന് പറ, ഞാൻ കെട്ടിച്ചേരാം. അപ്പൊ അവള്, അതിന് ഞാനിതുവരെ അവനെ കണ്ടെത്തിയിട്ടേ ഇല്ല. ആഹാ, അടിപൊളി. എന്നാൽ ഒരു കാര്യം മനസ്സിലായിക്കോ, ഒരു 30 ദിവസം ഞാൻ തരാം. അതിനുള്ളിൽ നീ അവനെ കണ്ടെത്തി കഴിഞ്ഞാല് അവനെ എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്താലേ അവനെ ഞാൻ കെട്ടിച്ചേരാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കണ്ടെത്തിയില്ലേ രാജാങ്കളുടെ മകൻ, നീ പറഞ്ഞ മരത്തലേൻ, അവനെ തന്നെ കെട്ടിക്കൊള്ളണം. നമ്മുടെ ലേഖക്കാണെങ്കിൽ ഇനി വേറെ നിവൃത്തിയില്ല. അടുത്ത 30 ദിവസത്തില് തന്റെ ഡ്രീം ബോയെ കണ്ടെത്താൻ ഒരു കലണ്ടറും അവൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ തന്റെ കൂട്ടുകാരികളെയും കൂട്ടിട്ട് നേരെ ഒരു അമ്പലത്തിൽ പോയിട്ട് അധികം വൈകാതെ തന്നെ തന്റെ ഡ്രീം ബോയെ കണ്ടെത്താനായിട്ട് ഒരു പൂജയും നടത്തുകയാണ്. അടുത്ത സീനിൽ നമ്മുടെ ലേഖയും ഫ്രണ്ട്സും അവൾക്കെന്തോ വളയോ മാലയോ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഏതോ ഒരു പയ്യൻ ബൈക്കിൽ വന്ന് ഇറങ്ങുകയാണ്. എന്നാൽ അവന്റെ മുഖം ലേഖ കണ്ടിട്ടില്ല. അവനെ കണ്ടപ്പോ തന്നെ ലേഖക്കൊരു കാര്യം ഉറപ്പായിട്ടുണ്ട്, താൻ സ്വപ്നത്തിൽ കാണുന്ന ഡ്രീം ബോയ് അതിവൻ തന്നെയാണ്. എന്നാൽ അവന്റെ പിന്നാലെ അവള് വേഗത്തിൽ വന്ന് നോക്കുമ്പോ പെട്ടെന്ന് അവനവിടെ കാണാനില്ല. അപ്പോ ഫ്രണ്ട്സ് ലേഖയോട് പറയുന്നുണ്ട്, നീ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് ഓരോരുത്തർക്ക് ഡിവൈഡ് ആയിട്ട് പല ഭാഗത്ത് അവനെ തേടി നോക്കാം. അടുത്ത സീനില് ഒരു വാനിലെ കറുത്ത ഡ്രസ് ഇട്ടിട്ടുള്ള കുറച്ച് കൊള്ളക്കാരെ ഒരു ഹോസ്പിറ്റലില് കൊള്ളയടിക്കാൻ വരികയാണ്. അപ്പൊ കൂട്ടാളി ചോദിക്കുന്നുണ്ട്, എന്താ ഹോസ്പിറ്റലില്? ബാങ്ക് കുറച്ചധികം റിസ്ക് ആണ്, ഇന്നിപ്പോ വീക്കെൻഡ് അല്ലേ, ഹോസ്പിറ്റലില് ആവശ്യത്തിന് പൈസ ഉണ്ടാവും. എന്നാൽ ഇതൊന്നും അറിയാതെ നമ്മുടെ ലേഖയും ലേഖയുടെ ഫ്രണ്ട്സും ഡ്രീം ബോയും തപ്പിയിട്ട് ആ ഒരു ഹോസ്പിറ്റലിനുള്ളിലേക്ക് വന്നിരിക്കുകയാണ്. അവളുടെ ഡ്രീം ബോയെ അവള് നേരത്തെ കണ്ടത് കറുത്ത ഡ്രസ്സ് ധരിച്ചിട്ടല്ലേ, അതേ ഡ്രസ്സ് ധരിച്ച ഒരു കൊള്ളക്കാരൻ കയ്യിൽ ഗണ്ണുമായിട്ട് നമ്മുടെ ഹീറോയിൻ ലേഖയെ ലോക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കൊള്ളക്കാര് ആ ഒരു ഹോസ്പിറ്റലിലെ റിസപ്ഷനിൽ നിന്ന് പൈസ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതെന്റെ ഓപ്പറേഷൻ വെച്ച പൈസയാണ്. എന്നാൽ അതും അവൻ തട്ടിപ്പറിക്കുമ്പോൾ നമ്മുടെ ഹീറോ ആ ഒരു കൊള്ളക്കാരെ പോലെ തന്നെ മാസ്ക് വെച്ച് അവന്റെ തലമണ്ട കെട്ട് ഒന്ന് കൊടുക്കുന്നുണ്ട്. അതായത് ഹീറോ എന്തിനാ ആ ഒരു മാസ്ക് വെച്ചെന്ന് വെച്ചാല് അവന്റെ മുഖം ആർക്കും മനസ്സിലാവാതിരിക്കാനായിരിക്കാം. എന്നിട്ട് ആ ഒരു കൊള്ളക്കാരെ ഓരോരുത്തരെയും അടിച്ചു പിഴിയുന്നുണ്ട്. അവന്മാരുടെ ഗണ്ണ് വെച്ച് തന്നെ അവന്മാരിൽ ഓരോരുത്തരെയും കൊന്നു തള്ളുന്നുണ്ട്. എന്നിട്ട് ഹീറോയിന്ന് വേഗം തന്നെ തിരിച്ചു പോവാണ്. അപ്പോ ലേഖ അവന്റെ പിന്നാലെ പോകുമ്പോ, അല്ല നീ എങ്ങോട്ടാ? നമ്മള് തേടി വന്നില്ലേ എന്റെ ഡ്രീം ബോയ്, അത് അവനാണ്. എന്നാലിപ്പോ അവൻ മിസ്സായില്ലേ? അപ്പൊ കൂട്ടുകാരികള്, നീ ടെൻഷൻ അടിക്കണ്ട, അവൻ എന്തായാലും ഈ ഒരു സിറ്റിയിൽ തന്നെ ഉണ്ട് എന്ന് ഉറപ്പായില്ലേ, നമുക്ക് എങ്ങനെയെങ്കിലും അവന് വേഗം കണ്ടുപിടിക്കാം. അങ്ങനെ ഓരോ ദിവസം അവനെ പോലെ തോന്നുന്ന ഏകദേശം ഓരോരുത്തരുടെ പിന്നാലെയും അവള് തേടി ഇറങ്ങുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോയെ മാത്രം കണ്ടെത്താൻ പറ്റുന്നില്ല. അങ്ങനെ 15 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് 2 കപ്പിൾസ് ഫോട്ടോ എടുക്കുന്നത്. ആ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടില് നമ്മുടെ ഹീറോ കുടുങ്ങിയിട്ടുണ്ട്. ഹീറോയുടെ ഫോട്ടോ കപ്പിൾസ് ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തപ്പോ അവന്റെ ഫേസ് നമ്മുടെ ലേഖയും കണ്ടിട്ടുണ്ട്. അങ്ങനെ തന്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ടും അവരെല്ലാവരും കൂടി അവനെ തേടി നോക്കുന്നുണ്ട്. പക്ഷെ എത്ര നോക്കിയിട്ടും അവസാനം വരെ അവനെ കണ്ടെത്താൻ പറ്റിയില്ല. ഇന്നിപ്പോ 30ാമത്തെ ദിവസമാണ്. ഇനിയിപ്പോ ആകെ 6 മണിക്കൂറേ ബാക്കിയുള്ളൂ. എന്നാൽ അപ്പോഴാണ് നമ്മുടെ ഹീറോ ഒരു ബൈക്കിലെ നമ്മുടെ ഹീറോ ലേഖ താമസിക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് വരുന്നത്.
അതായത് ലേഖയുടെ വീടിന്റെ തൊട്ടടുത്ത വീട്ടിലാണ് നമ്മുടെ ഹീറോ ആര്യ ഇനി സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ അച്ഛനോട് പറഞ്ഞ പോലെ തന്നെ 30ാമത്തെ ദിവസം തന്റെ ഡ്രീം ബോയെ അവളെ കണ്ടെത്തിയില്ലേ. അതുപോലെ നമ്മുടെ ഹീറോ മാത്രമല്ല ആ ഒരു വീട്ടിൽ സ്റ്റേ ചെയ്യുന്ന ഹീറോയുടെ കൂടെ ഹീറോയുടെ ഫ്രണ്ടും ഉണ്ട്. ഫ്രണ്ടിന്റെ പേര് കിഷോർ. ഫ്രണ്ട് ഒരു വ്ളോഗറാണ്. അങ്ങനെ ഹീറോ നേരെ പുതിയ വീട്ടിലേക്ക് വന്നിട്ട് നേരെ അവന്റെ റൂമിലേക്ക് പോവാണ്. എന്നിട്ട് ആ റൂമിന്റെ വാളില് ഒരു നോട്ടീസ് ബോർഡില് കുറേയധികം ടീനേജ് പെൺകുട്ടികളുടെ ഫോട്ടോ അവൻ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നാൽ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് മാത്രം നമുക്ക് മനസ്സിലാവുന്നില്ല. അടുത്ത സീനിലെ ഏതോ ഒരു പെൺകുട്ടി ഫോൺ വിളിച്ചുകൊണ്ട് രാത്രി നടന്നു പോകുമ്പോൾ ആരോ അവളെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അവളെ പേടിച്ച് തന്റെ കൂട്ടുകാരിയോട് ആ ഒരു കാര്യം പറഞ്ഞ് നടന്നു പോകുമ്പോൾ പെട്ടെന്ന് അവളുടെ നേരെ മുൻപിൽ ഒരു ജീപ്പ് നിൽക്കാണ്. നോക്കുമ്പോൾ അത് പോലീസ് വണ്ടിയാണ്. അങ്ങേര് ചോദിക്കുന്നുണ്ട്, അല്ല മോളെ ഈ സമയത്ത് ഒറ്റക്ക് നടക്കുക, നീ വണ്ടി കയറി, ഞാൻ കൊണ്ടാക്കി തരാം. അപ്പോഴാണ് ആ പെൺകുട്ടിയെ ആരാ ഫോളോ ചെയ്തത് നമ്മൾ കാണുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോ തന്നെയായിരുന്നു. കുറച്ചു നേരത്തെ ഹീറോയുടെ റൂമില് കുറേയധികം ടീനേജ് പെൺകുട്ടികളുടെ ഫോട്ടോ സ്റ്റിക്ക് ചെയ്തിരുന്നില്ലേ, അതുപോലെ കുറേയധികം പെൺകുട്ടികളെ അവൻ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അടുത്ത സീനില് നമ്മൾ കാണുന്നത് വേറൊരു സിറ്റിയിലെ നമ്മുടെ ഹീറോയെ പോലെ തന്നെ മറ്റൊരുത്തിനാണ്. എന്നാൽ ഇവന്റെ പേര് ജയ് എന്നാണ്. ജയ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ജയ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. ഇനിയിപ്പോ കോളേജിലേക്ക് ബസ്സിൽ പോവാം. അങ്ങനെ ബസ് വെയിറ്റിംഗ് ഷെഡിൽ കാത്തു നിൽക്കുമ്പോൾ കുറച്ചു ദൂരെ ഒരു ചുവന്ന കൊടക് പിടിച്ച് ഒരു പെൺകുട്ടി നടന്നു വരുന്നുണ്ട്. ഇവളുടെ പേരാണ് അനന്യ. അവളെ കണ്ടപ്പോ തന്നെ നമ്മുടെ ജയ്യെ ലവിൽ വീണിട്ടുണ്ട്. പിന്നെ എന്തായിരിക്കും സംഭവിക്കുക? അനന്യയുടെ കൂടെ റൊമാൻറ്റിക് ഡാൻസ് അവൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അനന്യ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവളൊരു മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്. അനന്യയുടെയും കൂട്ടുകാരിയുടെയും ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് അവരൊരു ഏരിയ വിസിറ്റ് ചെയ്യാൻ വരികയാണ്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ആ ഒരു ഏരിയയിലുള്ള വീടുകളിൽ കറണ്ട് പോലുമില്ല. അതുപോലെ കുറേയധികം നിറമാസ ഗർഭിണികളായിട്ടുള്ള പെൺകുട്ടികൾ അവിടെയുണ്ട്. അവർക്കൊരു ഹെൽപ്പ് ആവശ്യമാണ്. അപ്പോൾ അധികം വൈകാതെ തന്നെ അവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് സെറ്റ് ചെയ്യാൻ അനന്യയും കൂട്ടുകാരികളും തീരുമാനിക്കുകയാണ്. അടുത്ത സീനിൽ നമ്മുടെ ലേഖയുടെ അച്ഛൻ പറയുന്നുണ്ട്, മോളെ നിനക്ക് തന്ന 30 ദിവസം കഴിഞ്ഞിട്ടാ ഇനി അച്ഛൻ പറയുന്ന പയ്യനെ കെട്ടിക്കൊള്ളണം, ആ ഒരു മരത്തലേനെ. അപ്പോ ലേഖ പറയുന്നുണ്ട്, അതിന്റെ ആവശ്യമില്ല അച്ഛാ, ഞാൻ പറഞ്ഞ എന്റെ ഡ്രീം ബോയെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റില്ലേ ആ ഒരു വീട്ടിലാണ് അവൻ ഇപ്പൊ സ്റ്റേ ചെയ്യുന്നത്. അച്ഛൻ എനിക്ക് വേണ്ടി ഒന്ന് പോയി സംസാരിക്കുവോ? അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തിനാ അച്ഛൻ, ഞാൻ സംസാരിക്കാല. അങ്ങനെ മുത്തശ്ശി ആ ഒരു വീട്ടിലേക്ക് പോയി നോക്കുമ്പോ അവിടെ നമ്മുടെ ഹീറോയല്ലേ, ഹീറോയുടെ ഫ്രണ്ടില്ലേ കിഷോർ, അവനാ ഉള്ളേ. അപ്പൊ മുത്തശ്ശിയും കരുതുന്നുണ്ട്, അല്ല എന്റെ സുന്ദരിയായ മോള് ഇവനെ പ്രണയിച്ചു എന്നോ? ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളുടെ ഓരോ ടേസ്റ്റ് ആയിരിക്കും. കിഷോറോട് ചോദിക്കുന്നുണ്ട്, അല്ല മോനെ എത്ര നാളായി നിങ്ങളുടെ റിലേഷൻ തുടങ്ങിയിട്ട്? എന്നാൽ കിഷോറിനൊന്നും മനസ്സിലാവുന്നില്ല. അല്ല ഈ മുത്തശ്ശി ഇപ്പൊ എന്താ ചോദിക്കുന്നത്? മുത്തശ്ശി പറയുന്നുണ്ട്, എന്റെ ചെറുമോളില്ലേ ലേഖ, അവള് നിന്നെ കല്യാണം കഴിക്കുന്നത് ഒറ്റ കാലിൽ നിൽക്കുകയാണ്. എന്നിട്ടും കിഷോർ മനസ്സിലാവുന്നില്ല. കാല് തളരുമ്പോ ഒന്നിരിക്കാൻ പറ. അപ്പോഴാണ് നമ്മുടെ മുത്തശ്ശി ലേഖയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നത്. ആഹാ, ഇത്ര സുന്ദരിയായ പെൺകുട്ടി എന്നെ പ്രണയിക്കുന്ന. ഇനിയിപ്പോ എന്ത് നോക്കാനാ, അധികം വൈകിപ്പിക്കണ്ട, ഞാൻ വേഗം തന്നെ പെണ്ണ് കാണാൻ വന്നേളയാം. അങ്ങനെ വേഗം തന്നെ കല്യാണ ചെക്കനെ പോലെ ഒരുങ്ങുമ്പോ നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല താനെന്താ ചെയ്തോണ്ടിരിക്കുന്നത്? കിഷോർ പറയുന്നുണ്ട്, എന്റെ പേഴ്സണാലിറ്റിക്ക് എനിക്കൊരു പെണ്ണിനെ കിട്ടിയിട്ടുണ്ട്, ഞാൻ വേഗം പോയിട്ട് എല്ലാം സെറ്റാക്കി തരാം. അങ്ങനെ ലേഖയുടെ വീട്ടിലേക്ക് വരുമ്പോ ലേഖയുടെ അച്ഛനാണെങ്കിൽ കിഷോറെ കണ്ടിട്ട് ഷോക്കായിട്ട്, അല്ല എന്റെ മോൾ ഇത്രയും കാലം സ്വപ്നം കണ്ടത് പിന്നാലെ നടന്ന് ഇവനെയാ, മരിച്ചാൽ ഇവനെ ഞാൻ കെട്ടിച്ചു കൊടുക്കൂല. എന്നാൽ വൈഫ് പറയുന്നുണ്ട്, നമ്മുടെ മോളുടെ ആഗ്രഹമല്ലേ, അതല്ലേ നമുക്ക് വലുത്, എന്തെങ്കിലും ചെയ്യേ. എന്നാൽ നമ്മുടെ കിഷോർ ഉറപ്പിച്ച മട്ടാണ്, ഇനിയിപ്പോ ആരൊക്കെ എതിരുന്നാലും പെൺകുട്ടിക്ക് ഇഷ്ടമാണല്ല, അത് മാത്രം മതി. അപ്പോഴാണ് നമ്മുടെ ഹീറോയിന് ഒരുങ്ങി അങ്ങോട്ട് വരുന്നേ. കിഷോറെ കണ്ടപ്പോ, അല്ല ഇതാരാ? അവര് ചോദിക്കുന്നുണ്ട്, അല്ല നിന്റെ ലവർ ഇവനല്ലേ? ആര് ഇവനാ? ഇവനൊന്നുമല്ല. അപ്പോഴാണ് നമ്മുടെ ഹീറോ ഫ്രണ്ടിനെ കാണാനായിട്ട് ആ വീട്ടിലേക്ക് വരുന്നേ. അപ്പോ ലേഖ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ എന്റെ ഡ്രീം ബോയ് അത് ഇവനാണെന്ന് നമ്മുടെ ഹീറോയെ കാണിച്ചു കൊടുക്കാണ്. ഹീറോയെ കണ്ടപ്പോ തന്നെ ലേഖയുടെ അച്ഛന് ഇഷ്ടമായിട്ടുണ്ട്, ഫാമിലിക്കും ഇഷ്ടമായിട്ടുണ്ട്. അപ്പോ മരുമോനെ നമുക്ക് എപ്പോഴാ കല്യാണം നടത്തണ്ടേ? അത് കേട്ടപ്പോ ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല സാറേ നിങ്ങളുടെ മോൾ എന്തോ പറയുന്നു വിചാരിച്ചിട്ട് നിങ്ങളും അതിന് സപ്പോർട്ട് ചെയ്യാ, എനിക്ക് എന്തായാലും ഇതിന് തീരെ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. എന്നാല് നമ്മുടെ ലേഖയില്ലേ ഇപ്പോഴും സ്വപ്ന ലോകത്താണ്. ഹീറോയും കണ്ടങ്ങനെ തരിച്ച് നിൽക്കുന്നുണ്ട്. പാവം നമ്മുടെ കിഷോറിന് വല്ലാതെ ഫീൽ ആയില്ലേ. കിഷോർ പറയുന്നുണ്ട്, ഞാൻ കൊണ്ടുവന്ന സ്വീറ്റ്സിൽ ഒരെണ്ണം തൊട്ടാലേ എന്റെ സ്വഭാവം മാറും, പ്രത്യേകിച്ച് മുത്തശ്ശി നിങ്ങളാണ് ഇതൊക്കെ വരുത്തി വെച്ചത്. അടുത്ത സീനിൽ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. ആ ഒരു ഫംഗ്ഷനിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സൈക്കാട്രിക് ഡോക്ടർ, അവരുടെ പേര് ഇന്ദിര എന്നാണ്, അവരെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരെ ഇൻവൈറ്റ് ചെയ്തതിന് എല്ലാ മെമ്പേഴ്സിനോടും അവർ താങ്ക്സ് പറയാണ്. അങ്ങനെ ഫംഗ്ഷൻ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഡോക്ടർ ഇന്ദിരയുടെ അസിസ്റ്റന്റ് പറയുന്നുണ്ട്, കഥയുടെ ആരംഭത്തിൽ കൊല്ലപ്പെട്ട ആരാധനയില്ലേ അവളുടെ മർഡറിനെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഹോം മിനിസ്റ്റർ നേരിട്ടൊന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവരതിന് പുറപ്പെടാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഹീറോ ഇല്ലേ, അവൻ കുറെ പെൺകുട്ടികളുടെ ഫോട്ടോ സ്റ്റിക്ക് ചെയ്തതില് ആ ഒരു ആരാധനയുടെ ഫോട്ടോയും സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്.
എന്നാൽ എന്തിനാ അവളുടെ ഫോട്ടോ സ്റ്റിക്ക് ചെയ്തെന്ന് മാത്രം നമുക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ ഹീറോ ഇടക്കിടക്ക് വാച്ച് ചെയ്ത ഒരു പെൺകുട്ടിയുണ്ട്, അവളുടെ പേര് മമത എന്നാണ്. അവളുടെ ഫോട്ടോയും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു പെൺകുട്ടി അവളുടെ ഫ്രണ്ടിന്റെ കൂടെ ഡ്രസ്സ് എടുക്കാൻ ഒരു കടയിൽ വന്നപ്പോൾ ആ ഒരു ഡ്രസ്സ് എടുത്തോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മമതയ്ക്ക് എന്തോന്ന് സംഭവിക്കുകയാണ്. അവളെ പെട്ടെന്ന് അവിടെ കാണാനില്ല. അവളുടെ കൂട്ടുകാരികളൊക്കെ അല്ല അവളത് എവിടെയാ പോയെന്ന് മുഴുവനായിട്ട് ആ ഒരു ഷോപ്പിൽ മുഴുവനായിട്ട് തേടി നോക്കിയിട്ടും അവളെ കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് എന്തോ സൗണ്ട് കേൾക്കുന്നത്. ആ ഒരു വാതിൽ തുറന്നു നോക്കുമ്പോൾ മമതയില്ലേ അവളെന്തോ ബാധ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, അല്ല മമത നിനക്ക് എന്താ പറ്റിയേ? അവളും മറുത്തൊന്നും പറയാതെ തരിച്ചു നിൽക്കാണ്. അപ്പോൾ അവളെ കൂട്ടിയിട്ട് ഫ്രണ്ട് പോകുമ്പോൾ ആ ഒരു ഷോപ്പിലെ ജോലിക്കാരെ അലറി വിളിക്കുന്ന ശബ്ദം കേൾക്കാണ്. അല്ല എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? അവര് ഓടിപ്പോയി നോക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടിയെ മമത നേരത്തെ കൊലപ്പെടുത്തിയത് അവര് കാണാണ്. അവര് വല്ലാതെ ഷോക്കായി തരിച്ചു നിൽക്കുന്നുണ്ട്. മമത എവിടെ? അവളുടെ പിന്നാലെ അവര് വരുന്നതിനുള്ളിലെ മമത ആ ബിൽഡിംഗിൽ നിന്ന് താഴത്തേക്ക് ചാടി ആത്മഹത്യ ചെയ്യാണ്. ഉടനെ തന്നെ ആ ഒരു മരണം പോലീസിനെ വിളിച്ച് ഇൻഫോം ചെയ്തിട്ടുണ്ട്. അടുത്ത സീനിലെ ആ ഒരു ക്രൈം സീനിലേക്ക് പോലീസ് ഇൻസ്പെക്ടർ വരാണ്. അങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല എങ്ങനെയാ മർഡർ നടന്നേ? അപ്പോൾ മമതക്ക് സംഭവിച്ചതും അവളൊരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതും അതിനുശേഷം സൂയിസൈഡ് ചെയ്ത കാര്യമൊക്കെ ഇൻസ്പെക്ടറോട് പറയുമ്പോൾ അങ്ങേർക്ക് എന്തായിരിക്കും അതിന്റെ പിന്നിലെ കാരണം മാത്രം മനസ്സിലാവുന്നില്ല. ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, തെളിവുകളൊക്കെ ശേഖരിച്ചു കഴിഞ്ഞാലേ രണ്ടാളുകളുടെ ബോഡിയും ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിക്കോ. എന്നാൽ ആ ഒരു കാഴ്ചയൊക്കെ ആ ഒരു ജനങ്ങളുടെ ഇടയിൽ നിന്നിട്ട് നമ്മുടെ ഹീറോയും കാണുന്നുണ്ട്. അങ്ങനെ പതിയെ അവൻ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അടുത്ത സീനില് നമ്മുടെ ഇൻസ്പെക്ടറില്ലേ അങ്ങേര് നേരെ ഡോക്ടർ ഇന്ദിരയെ കാണാൻ വന്നിട്ട് അവരോട് പറയുന്നുണ്ട്, കുറച്ച് നാളുകൾക്ക് മുൻപാണ് ആരാധന ഒരു പെൺകുട്ടി അവളുടെ അച്ഛനെ കൊലപ്പെടുത്തിയിട്ട് അവള് സ്വന്തം ആത്മഹത്യ ചെയ്ത് മരണപ്പെടുന്നത്. ഇപ്പൊ നടന്ന മമതയുടെ മരണമില്ലേ അതും ഏകദേശം സെയിം പാറ്റേണിലാണ് അവളും ഒരാളെ കൊലപ്പെടുത്തിയ ശേഷമാണ് സൂയിസൈഡ് ചെയ്തത്. ഡോക്ടറെ നിങ്ങളൊരു സൈക്കാട്രിക് അല്ലേ, എന്തായിരിക്കും പെൺകുട്ടികളുടെ മൈൻഡിലെ ഇങ്ങനൊരു മാറ്റം വരാനുള്ള കാരണം? എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവില്ലേ? നമുക്കിത് തടുക്കാൻ പറ്റില്ലേ? എന്നാൽ ഡോക്ടർ ഇന്ദിര പറയുന്നുണ്ട്, എന്താണ് ഇതിന്റെ പിന്നിലെ കാരണം എന്ന് എനിക്കേ മനസ്സിലാവുന്നില്ല. ഇതുപോലെ എവിടെയും സംഭവിച്ചതായിട്ട് മുൻപ് ഞാൻ കേട്ടിട്ട് പോലുമില്ല. അപ്പൊ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായില്ലേ ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വൈകിപ്പിക്കാതെ ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അടുത്ത സീനിൽ നമ്മുടെ ഡോക്ടർ അനന്യയില്ലേ അവര് ഓൾറെഡി പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു ക്യാമ്പ് സെറ്റ് ചെയ്യണമെന്ന് കരുതിയിരുന്നില്ലേ, അതിനെക്കുറിച്ച് തന്റെ പ്രൊഫസർ മാഡത്തിനോട് പറയുമ്പോൾ അവര് പറയുന്നുണ്ട്, അതിനെന്താ നല്ല കാര്യമല്ലേ, നമുക്ക് എന്തായാലും ചെയ്തു കളയാം. അപ്പോഴാണ് ആ ഒരു കോളേജിൽ അവളുടെ കൂടെ പഠിക്കുന്ന ഒരുത്തൻ മറ്റു സ്റ്റുഡൻസിനെ ഡ്രഗ്സ് സെയിൽ ചെയ്യുന്നത് അവൾ കാണുന്നേ. നീയോ നശിപ്പോവാൻ തീരുമാനിച്ചു, ബാക്കിയുള്ളവർ കൂടി നശിപ്പിക്കണം. അവനെ തടുക്കാൻ നോക്കുമ്പോൾ അവന് വല്ലാതെ ദേഷ്യം വന്നിട്ട് അനന്യയുടെ മുഖത്തടിക്കാണ്. അത്രയും സ്റ്റുഡൻസിന് മുൻപിലെ അവൾ അപമാനിക്കപ്പെട്ടില്ലേ, വല്ലാതെ അവൾ തകർന്നു പോകുന്നുണ്ട്. അങ്ങനെ അവളുടെ കണ്ണ് നിറയുമ്പോൾ ആ ഒരു കാഴ്ച നമ്മുടെ ജയില്ലേ ജയുടെ ഫ്രണ്ട്സ് കണ്ടിട്ടുണ്ട്. ഓൾറെഡി അനന്യ ജയുടെ ലവർ ആണെന്ന് അവർക്കറിയാലോ. അപ്പോൾ ജയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാണ്. ജയ്ക്കാണെങ്കിൽ പെരുവരിൽ നിന്ന് തരിച്ച് കയറിയിട്ടുണ്ട്. അനന്യ തല്ലിയവനില്ലേ അവനെ ഇടിച്ച് പഞ്ചറാക്കിയിട്ട് അവന്റെ ഞെട്ടും ബോൾട്ടും പുറത്തെടുക്കാണ്. എന്നിട്ട് അവനെ കൊണ്ട് തന്നെ അനന്യയോട് മാപ്പ് ചോദിപ്പിക്കുന്നുണ്ട്. ഇതുവരെയായിട്ടും ജയെ അനന്യ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. ജയ് മാത്രമാണ് വൺ സൈഡായിട്ട് അനന്യ പ്രണയിക്കുന്നത്. എന്നാലിപ്പോ അനന്യ വല്ലാതെ മെന്റലി തകർന്ന സമയത്ത് ജയ് അവളെ ഹെൽപ്പ് ചെയ്തില്ലേ. അപ്പോൾ ജയുടെ മേലെ അനന്യക്കൊരു സോഫ്റ്റ് കോർണർ വരികയാണ്. അടുത്ത സീനില് ഹീറോയോട് ലേഖക്ക് ഒടുക്കത്തെ പ്രണയമായിട്ടില്ലേ. എന്നാൽ നമ്മുടെ ഹീറോയ്ക്ക് ലേഖയോട് തീരെ താല്പര്യമില്ലല്ലോ. അപ്പോൾ അവള് അവളുടെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട്, ഇനിയിപ്പോ എന്തൊക്കെ ചെയ്താലും വേണ്ടില്ല അവനെ കൊണ്ട് എന്നെ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കണം. അങ്ങനെ ലേഖ കൂട്ടുകാരികളും കൂട്ടിയിട്ട് നേരെ ഹീറോയെ കാണാൻ വരുമ്പോൾ ഓൾറെഡി പാവം നെഞ്ചു തകർന്ന നമ്മുടെ കിഷോറോടില്ലേ. എന്നാൽ കിഷോറിനെ വരുത്തിയിലാക്കാൻ ഒരു പിസയും വാങ്ങിയിട്ടാണ് അവർ വന്നിട്ടുള്ളത്. എന്നാൽ അവര് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഹീറോമാർക്കൊന്നും പറയാതെ അവിടെ എഴുന്നേറ്റ് പോവാണ്. അപ്പൊ കിഷോർ നിങ്ങൾ ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട, അവനെ നിങ്ങളുടെ വഴിക്ക് കൊണ്ടിരുന്ന കാര്യം ഞാൻ ഏറ്റു. അടുത്ത സീനിൽ നമ്മുടെ ലേഖയും ഫ്രണ്ട്സും ഹീറോയ്ക്ക് കോഫി കഴിക്കാൻ വരുന്നു ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. എന്നാൽ ഹീറോ റിപ്ലൈ ചെയ്യുന്നില്ല. അപ്പൊ കിഷോർ നീ ഒരു ഭാഗ്യം ചെയ്തവനല്ലേ, ഒരു പെൺകുട്ടി നിന്നെ ഇങ്ങോട്ട് പ്രണയിക്കുമ്പോ കണ്ടില്ല എന്നടിക്കുന്നത് അത് മോശമല്ലേ. അങ്ങനെ അവര് രണ്ടുപേരും മീറ്റ് ചെയ്യാണ്. അങ്ങനെ ഉള്ളു തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും വല്ലാതെ ഇഷ്ടാവുന്നുണ്ട്. അങ്ങനെ അവരുടെ ഇടയിലുള്ള ആ ഒരു റൊമാൻറ്റിക് നിമിഷങ്ങളൊക്കെ ഒരു സോങ്ങിലൂടെ നമ്മൾ കാണുകയാണ്. ഓൾറെഡി നമ്മുടെ ലേഖയുടെ ആഗ്രഹം പോലെ അവളുടെ ഡ്രീം ബോയെ കണ്ടെത്തുകയും ചെയ്തു. അവൻ ലേഖയെ പ്രണയിക്കാനും തുടങ്ങിയില്ലേ. പിന്നെ ഇപ്പൊ ഇനി എന്തിനാ തടസ്സം? അങ്ങനെ ഫാമിലി ചേർന്നിട്ട് അവരുടെ കല്യാണം നടത്താൻ തീരുമാനിക്കുകയാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ജയുടെ ഫ്ലാഷ് ബാക്ക് ആണ്. ജയുടെ ഫ്രണ്ട്സ് ഇല്ലേ അവരൊരു ലൈബ്രറിയിലേക്ക് വരുമ്പോൾ അവിടെ ഓൾറെഡി നമ്മുടെ അനന്യ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ കാണുന്നുണ്ട്. അവര് ജയ്യെ വിളിച്ചിട്ട് അനന്യ ലൈബ്രറിയിലുള്ള കാര്യം പറഞ്ഞ ശേഷം ആ ഒരു ലൈബ്രറിയിലെ ഷെൽഫ് മൊത്തം തള്ളി താഴെയിടാണ്. അപ്പോൾ ലൈബ്രറി ടീച്ചർ പറയുന്നുണ്ട്, എല്ലാ സ്റ്റുഡൻസും കൂടി ചേർന്നിട്ട് ബുക്കുകളൊക്കെ തിരിച്ച് ഷെൽഫിലെടുത്ത് നോക്കി അറേഞ്ച് ചെയ്യേ. അപ്പോൾ നമ്മുടെ ജയ്യും അങ്ങോട്ട് വന്നിട്ടില്ലേ. അങ്ങനെ ജയ്യും അനന്യയും എല്ലാവരും ചേർന്നിട്ട് ആ ഒരു ബുക്ക് തിരിച്ചെടുത്ത് വെക്കുകയാണ്. അതായത് ഫ്രണ്ട്സ് ഓൾറെഡി ഇങ്ങനെ ചെയ്തെന്തിനാ ഇവരെ രണ്ടുപേരെയും ഒന്ന് സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കുറെ നാളായിട്ട് ജയുടെ ഉള്ളിലുണ്ടായിരുന്ന അനന്യയോടുള്ള പ്രണയം അവൻ തുറന്ന് പറയുന്നുണ്ട്. എന്നാൽ അനന്യ മറുത്തൊന്നും പറയാതെ ഒരു ടാങ്ക്സ് മാത്രം പറയുന്നുണ്ട്. അപ്പോൾ ജയ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് താല്പര്യമില്ലായിരിക്കും അല്ലേ, അതുകൊണ്ടായിരിക്കാം ടാങ്ക്സിൽ ഒതുക്കിയത്. എന്നാൽ അവളൊന്നും പറയാതെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്.
പോവാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഓൾറെഡി ചില പാവപ്പെട്ട ജനങ്ങൾക്ക് അനന്യ ഒരു ചെറിയ മെഡിക്കൽ ക്യാമ്പ് നടത്തി കൊടുക്കാൻ തീരുമാനിച്ചിരുന്നില്ലേ. അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ ജനങ്ങളോട് നിങ്ങൾക്ക് എന്തൊക്കെ ഹെൽപ്പ് വേണ്ടെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഓൾറെഡി നമുക്ക് വേണ്ടതൊക്കെ വേറെ ആള് ചെയ്തു തന്നിട്ടുണ്ട്. അങ്ങനെ ഒരാളെ കാണിച്ചു കൊടുക്കുമ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ ജയ് തന്നെയാണ്. ഓൾറെഡി അനന്യ ആഗ്രഹിച്ച എന്താ, ആ ജനങ്ങൾക്ക് ക്യാമ്പ് നടത്തിയിട്ട് അവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്തു കൊടുക്കുക, അതുപോലെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക. ആ ഒരു കാര്യം ജയ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പതിയെ പതിയെ ജയുടെ മേലെ അനന്യയുടെ ഉള്ളില് ഒരു ഇഷ്ടം സ്റ്റാർട്ട് ആവുകയാണ്. ആ ഒരു ക്യാമ്പിൽ വെച്ചിട്ട് ഗർഭിണിയായ രുദ്ര എന്ന ഒരു പെൺകുട്ടിക്ക് ട്രീറ്റ്മെന്റ് ചെയ്തു കൊടുത്തിരുന്നു. രാത്രിയായപ്പോ തന്റെ ഏട്ടൻ വേട്ടയ്ക്ക് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പോവാണ്. പോയി കഴിഞ്ഞപ്പോ രുദ്രയുടെ ഭാവം മാറിയിട്ട് വീട്ടിൽ നിന്ന് ഒരു അരിവാളെടുത്ത് തന്റെ സ്വന്തം അമ്മയുടെ കഴുത്തറുത്ത് അവള് കൊലപ്പെടുത്തുകയാണ്. എന്നാൽ അമ്മയുടെ അലറൽ ശബ്ദം കേട്ടിട്ട് ഏട്ടൻ തിരിച്ചു നോക്കുമ്പോ തന്റെ അനിയത്തി കാട്ടിലൂടെ എങ്ങോട്ട് പോകുന്നല്ലോ തോന്നിട്ട് അവൾ വിളിച്ചു നോക്കുന്നുണ്ട്. എന്നാൽ അവൾ എവിടെയും കാണാനില്ല. പെട്ടെന്ന് അവൾ ഏട്ടന്റെ മുൻപിലേക്ക് വന്നിട്ട് അവളുടെ കയ്യിലെ അരിവാൾ വെച്ച് സ്വന്തം ഏട്ടനെയും കഴുത്തറുത്ത് അവള് കൊലപ്പെടുത്തുകയാണ്. അങ്ങനെ തന്റെ സ്വന്തം അമ്മയും ഏട്ടനെയും കൊലപ്പെടുത്തിയ ശേഷം രുദ്ര അവളുടെ കഴുത്ത് മറുത്ത് ആത്മഹത്യ ചെയ്യാണ്. അടുത്ത സീനില് നമ്മുടെ ഹീറോ ആര്യയുള്ള സ്ഥലമില്ലേ, അവിടുത്തെ ഇൻസ്പെക്ടറിന് തുടർച്ചയായിട്ട് നടക്കുന്ന മരണത്തിന് പിന്നിലെ ചില കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്തതായിട്ട് ആരായിരിക്കാം മരണപ്പെടാൻ പോകുന്നതെന്നും ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. അടുത്ത സീനില് നമ്മുടെ ഹീറോനില്ലേ ലേഖയുടെ അച്ഛനോട് ആ ഒരു വീട്ടിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരന്റെ കൂട്ടുകാരൻ മധു എന്ന് പറയുന്നുണ്ട്, സാറേ നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കാൻ പോകുന്ന ആര്യയില്ലേ, അതായത് നമ്മുടെ ഹീറോ, അവനത്ര നല്ലൊരുത്തനല്ല, അവനവന്റെ സ്വന്തം ലവറെ തന്നെ കൊലപ്പെടുത്തിയതാണ്. ആ ഒരു വാർത്ത കേട്ടപ്പോ ലേഖയുടെ അച്ഛൻ വല്ലാതെ ഷോക്കായി പോകുന്നുണ്ട്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോയിന്റെ ഒരു കൂട്ടുകാരി ഹോസ്പിറ്റലിൽ നിന്ന് എന്തോ ടെസ്റ്റ് ചെയ്തിട്ട് അവള് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോ അവളുടെ കാറ് നമ്മുടെ ഹീറോ ഫോളോ ചെയ്യാണ്. ആ ഒരു കാറ് കുറച്ച് ദൂരെത്തിയപ്പോ ബ്രേക്ക് ഡൗൺ ആയി പോവാണ്. ആ ഒരു ഡ്രൈവർ പറയുന്നുണ്ട്, മേഡം ഞാനൊരു ടാക്സി അറേഞ്ച് ചെയ്ത് തരാം. അതേ സമയത്ത് ഫോളോ ചെയ്തു വന്ന നമ്മുടെ ഹീറോയുടെ മുൻപിലേക്ക് ഏതൊക്കെയോ കുറച്ച് ആളുകൾ വന്നിട്ട് ഹീറോയുടെ അടുത്ത് പഞ്ഞിക്കിടാൻ നോക്കാണ്. എന്നാൽ അവരൊക്കെ ആരാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല. അവർ ഓരോരുത്തരും ഹീറോ പഞ്ഞിക്കിടുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ ഇൻസ്പെക്ടർ ഹീറോനെ വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടുകാരി ഹോസ്പിറ്റലിലേക്ക് പോയിട്ടില്ലേ, അവളുടെ ജീവന് ആപത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ലേഖയ്ക്ക് പരിചയമുള്ള അവളുടെ കൂട്ടുകാരെയും ഫാമിലിയൊക്കെ വിളിച്ചിട്ട് ആ ഒരു കാര്യം ഇൻഫോം ചെയ്യാണ്. അങ്ങനെ അവളെ തേടി ഇറങ്ങുമ്പോൾ അതിനുള്ളില് അവളുടെ കൂട്ടുകാരി വീട്ടിലേക്ക് വരികയാണ്. എന്നാൽ അവളുടെ ആക്ഷനും പെരുമാറ്റം കാണുമ്പോൾ ഇതുവരെ മരണപ്പെട്ട പെൺകുട്ടികൾക്ക് അതിനു മുൻപ് സ്വഭാവത്തിൽ ചില മാറ്റം സംഭവിക്കില്ലേ, അതുപോലെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് മാത്രം ഉറപ്പാണ്. അങ്ങനെ അവളുടെ അച്ഛനും അമ്മയും അവളെ വീട്ടിന്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഉടനെ നമ്മുടെ ഹീറോയിനെ ഇൻസ്പെക്ടർ വിളിച്ച് പറയുന്നുണ്ട്, ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ആരും ഉണ്ടാവാൻ പാടില്ല, അവളെ ഒറ്റക്കാക്കിയിട്ട് ഒരു റൂമിലാക്കി ഒന്ന് ലോക്ക് ചെയ്യേ, ഇല്ലെങ്കിൽ അവളുടെ ചുറ്റുമുള്ള അവളുടെ ഫാമിലിയുടെ ജീവൻ ആപത്താണ്. അത് കേട്ടുടൻ തന്നെ ഷോക്കായിട്ട് ഹീറോയിൻ ഓടിപ്പോവാണ്. അതിനുള്ളിലെ ആ ഒരു പെൺകുട്ടി അവളുടെ അച്ഛനെയും അമ്മയും കൊലപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ ഹീറോയിന് ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത്. എന്നാൽ അതിനുള്ളിലെ ആ പെൺകുട്ടി അവളുടെ കഴുത്തിനെ മുറിച്ച് അവളും ആത്മഹത്യയാണ്. സ്വന്തം കൂട്ടുകാരിയുടെ മരണം നേരിട്ട് കണ്ടിട്ട് അവള് തകർന്ന് വീണു പോന്നിട്ട്. അങ്ങനെ ആംബുലൻസ് വരെയാണ് ഹീറോയിന്റെ കൂട്ടുകാരുടെയും ഫാമിലിയുടെയും ബോഡി അവിടെ നിന്ന് അവര് റിമൂവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ ഹീറോ ആ ഒരു സ്ഥലത്തേക്ക് വരുന്നത്. അപ്പോ ലേഖയിലെ നടന്ന എല്ലാ കാര്യവും ഹീറോയോട് പറയാണ്. ഓൾറെഡി അവള് വല്ലാതെ തകർന്നു പോയിട്ടില്ലേ. ഒരു സമാധാനത്തിന് ഹീറോയെ ഹഗ് ചെയ്യുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ലേഖയുടെ അച്ഛൻ വരികയാണ്. എന്നിട്ട് ദേഷ്യത്തിൽ പറയുന്നുണ്ട്, ലേഖ നീ കരുതുന്ന പോലെ ഇവൻ അത്ര നല്ലൊരുത്തനൊന്നുമല്ല, ഇവനൊരു കൊലയാളിയാണ്. അപ്പൊ ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്താ പറയുന്നേ? അപ്പോ ലേഖയുടെ അച്ഛൻ എല്ലാ കാര്യം പറഞ്ഞിട്ട് സംശയം തീർക്കാനായിട്ട്, ആര്യ നിന്റെ വീട്ടില് ഞങ്ങൾ പോയി ചെക്ക് ചെയ്തിരുന്നു. അപ്പോ ഓൾറെഡി മരണപ്പെട്ട പെൺകുട്ടികളുടെ ഫോട്ടോ നിന്റെ റൂമില് നീ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് നീ ഒട്ടിച്ചത് ഇപ്പോ മരണപ്പെട്ട എന്റെ മകള് ലേഖയുടെ കൂട്ടുകാരില്ലേ അവളുടെ ഫോട്ടോയാണ്. ഇതൊക്കെ കോയിൻസിഡന്റ് ആയിട്ട് സംഭവിച്ചാണെന്നാണോ താൻ പറയാൻ പോകുന്നത്? എന്നിട്ട് ലേഖയോട്, ഇവന്റെ ഒരു ലവർ ഉണ്ടായിരുന്നു അനന്യ, അവളെയും ഇവൻ തന്നെയാ കൊലപ്പെടുത്തിയ. എന്നാൽ എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് ലേഖക്കൊന്നും മനസ്സിലാവുന്നില്ല. തന്റെ മകളുടെ ജീവൻ റിസ്കിലാക്കാൻ പറ്റാതെ ആ ഒരു അച്ഛൻ ലേഖ അവിടെ നിന്ന് പിടിച്ചു വലിച്ച് കൂട്ടിക്കൊണ്ടുപോവാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോയില്ലേ നേരെ ലേഖയുടെ വീട്ടിലേക്ക് വന്നിട്ട് അവരോട് പറയുന്നേ, അച്ഛൻ പറഞ്ഞ പോലെ എനിക്കൊരു ലവർ ഉണ്ടായിരുന്നു, അവളുടെ പേര് അനന്യ എന്ന് തന്നെയാണ്. എന്നാൽ അവളെ കൊലപ്പെടുത്തിയത് ഞാനല്ല, ഞാൻ പറയുന്നതൊന്ന് ദയവ് ചെയ്ത് നിങ്ങൾ കേൾക്ക്. എന്നിട്ട് വീട്ടിലേക്ക് ഹീറോ അവരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് പറയുന്നുണ്ട്, എന്റെ മുഴുവൻ പേര് ആര്യ ജയദേവ് എന്നാണ്. എന്നിട്ട് ഹീറോയുടെ ഫ്ലാഷ് ബാക്ക് അവരോട് പറയാണ്. കുറച്ചു നേരത്തെ ജയ് എന്ന ഒരു പയ്യന്റെ ഒരു ലൈഫ് നമ്മൾ കണ്ടിരുന്നില്ലേ, ആ ഒരു ജയ് വേറെ ആരുമല്ല, അതും നമ്മുടെ ഹീറോ തന്നെയാണ്. അതൊക്കെ 2 വർഷം മുമ്പ് ഹീറോയുടെ ലൈഫിൽ സംഭവിച്ചതായിരുന്നു. അതായത് ഹീറോ ആത്മാർത്ഥമായിട്ട് അനന്യെ പ്രണയിച്ചിരുന്നു. അങ്ങനെ ആ ഒരു മെഡിക്കൽ ക്യാമ്പില്ലേ അതിനുശേഷം അനന്യയും ഹീറോയെ തിരിച്ച് പ്രണയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. രണ്ടുപേരും ഒന്നിച്ച് പുറത്ത് ഔട്ടിങ്ങിനൊക്കെ പോവാണ്, ടൈം സ്പെൻഡ് ചെയ്യാണ്. അങ്ങനെ ഒരിക്കൽ ഒരു റോഡരികിൽ നിന്ന് ഇളനീര് കഴിക്കുമ്പോഴാണ് നമ്മുടെ അനന്യ ഒരു പത്രത്തിലൊരു ന്യൂസ് കാണുന്നത്.
കാണിക്കുന്നത്. അതായത് ആ ഒരു മെഡിക്കൽ ക്യാമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന രുദ്ര എന്ന പെൺകുട്ടി തന്റെ അമ്മയെയും ഏട്ടനെയും കൊലപ്പെടുത്തിയിട്ട് സ്വയം ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗർഭിണിയ പെൺകുട്ടിയെ നമ്മുടെ അനന്യയല്ല ആദ്യം കണ്ടിരുന്നേ. അവളെ ഹെൽപ്പ് ചെയ്യാൻ കരുതിയതും അനന്യ തന്നെയാണ്. ആ ഒരു ന്യൂസ് കേട്ടപ്പോൾ അവള് ഷോക്കായി പോയിട്ട് ആ ഒരു കാര്യം ഹീറോയോട് പറയാൻ നോക്കുമ്പോൾ ഹീറോ ഉള്ളത് ആ ഒരു റോഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ വേഗത്തില് ഹീറോയോട് ആ ഒരു കാര്യം പറയാനേ അവള് ഓടി വരുമ്പോ പ്രതീക്ഷിക്കാതെ ഒരു ലോറി വന്നിട്ട് അവളെ ഇടിച്ചു തെറിപ്പിക്കുകയാണ്. എന്നാൽ ആ ഒരു ഇടിയില് അവളുടെ ജീവന് ആപത്ത് സംഭവിച്ചിട്ടില്ല. ഭാഗ്യത്തിന് ചെറിയ മുറിവ് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത അനന്യയെ കൂടെ ഇരുന്ന് നമ്മുടെ ഹീറോയാണ് കെയർ ചെയ്യുന്നത്. അങ്ങനെ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോ പോലീസിന് ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ പോലീസ് ടീമിലെ അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുമ്പോഴാണ് മയക്കത്തിലുണ്ടായിരുന്ന നമ്മുടെ അനന്യ പെട്ടെന്ന് എഴുന്നേൽക്കുന്നത്. എന്നിട്ട് അവളുടെ കയ്യിലൊരു സൂചി വെച്ചിട്ട് നമ്മുടെ ഹീറോയുടെ പുറത്ത് കുത്താണ്. അപ്പോൾ ഹീറോ അവളുടെ കൈ പിടിച്ച്, അല്ല അനന്യ നിനക്ക് എന്താ പറ്റിയേ? അവൾ മറുത്തൊന്നും പറയാതെ ഹീറോയെ തള്ളി തെറിപ്പിച്ചിട്ട് ആ ഒരു ഹോസ്പിറ്റലിന്റെ മുകളിലേക്ക് അവൾ ഓടിപ്പോവാണ്. ഹീറോയും ചോദിക്കുന്നുണ്ട്, അനന്യ നീ എന്താ ചെയ്യുന്നേ? അവളുടെ പിന്നാലെ ഓടിപ്പോകുന്നുണ്ട്. എന്നാൽ ഹീറോ മുകളിലെത്തിയപ്പോ ഹീറോയുടെ കൺമുമ്പിൽ വെച്ചിട്ട് അവള് ആ ബിൽഡിങ്ങിന്റെ താഴത്തേക്ക് എടുത്ത് ചാടുകയാണ്. ഹീറോ ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാഴ്ചയിലെ കണ്ടേ ഹീറോ ഷോക്കായി പോവാണ്. എന്നാൽ അനന്യ മരണപ്പെടുന്ന സമയത്ത് നമ്മുടെ ഹീറോയല്ലേ അടുത്തുണ്ടായിരുന്നത്. പോലീസ് കരുതിയത് ഹീറോയാണ് അവളെ തള്ളി താഴെയിട്ട് കൊലപ്പെടുത്തിയെന്നാണ്. അതുപോലെ ആ ഒരു ലോറിയിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്താൻ നോക്കിയതും ഹീറോ തന്നെയാണെന്ന് പറഞ്ഞ് പോലീസ് ഹീറോയെ വളരെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. എന്നാൽ എത്ര അടി കൊണ്ടിട്ടും ഹീറോ ചെയ്യാത്ത കാര്യം ഹീറോ സമ്മതിക്കുന്നില്ല. എന്റെ അനന്യെ അവളെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ പോലീസും കേൾക്കുന്നില്ല. അവസാനം വക്കീൽ വന്നിട്ടാണ് ഹീറോയെ പുറത്തിറക്കുന്നത്. എന്നാൽ ഹീറോ പുറത്തു വരുന്നതിന് മുൻപ് അനന്യയുടെ എല്ലാ മരണച്ചടങ്ങും കഴിഞ്ഞിരുന്നു. എന്താണ് തന്റെ ലൈഫിൽ സംഭവിക്കുന്നതെന്നറിയാതെ ഉള്ളു പൊട്ടിയിട്ട് അനന്യയുടെ ആ ഒരു ചീതയുടെ മുൻപിലിരുന്ന് ഹീറോ പൊട്ടി കരയുന്നുണ്ട്. അപ്പോഴാണ് ഹീറോ ഓർക്കുന്നത് അവസാനമായിട്ട് അനന്യ ഓടി വന്നത് ആ ഒരു ലോറി ഇടിയാൻ കാരണം ഏതോ ഒരു ന്യൂസ് പേപ്പർ കണ്ടിട്ടല്ലേ. ആ ന്യൂസ് പേപ്പറിൽ എന്താ ഉണ്ടായിരുന്നേ? അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ രുദ്ര തന്റെ കുടുംബത്തെ കൊലപ്പെടുത്തിയിട്ട് ആത്മഹത്യ ചെയ്ത ന്യൂസ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ഹീറോ വൈകിപ്പിക്കാതെ രുദ്രയുടെ ആ ഒരു ഗ്രാമമില്ലേ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് ആ ഗ്രാമത്തിലെ എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, എന്താ ശരിക്കും രുദ്രക്ക് സംഭവിച്ചേ? അവൾ എന്തിനാ ഇങ്ങനൊരു തീരുമാനം എടുത്തേ? എന്നാൽ ഓരോരുത്തരും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് എന്താ സംഭവിച്ചെന്നറിയില്ല. ഇതുവരെയായിട്ട് നമ്മുടെ ഗ്രാമത്തില് ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടേ ഇല്ല. എന്തോ ഒരു അമാനുഷിക ശക്തിയാന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഗ്രാമത്തില് ഒരു പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരോട് കൂടുതൽ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അതേ നാട്ടിൽ ഇതുപോലെ മുൻപും മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടോന്ന് ഹീറോ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരു 2-3 സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത മറ്റേതെങ്കിലും സ്റ്റേറ്റിലെ ഇതുപോലെ വല്ല സംഭവം നടന്നിട്ടുണ്ടോന്ന് ഹീറോ വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ അതുപോലെ തൊട്ടടുത്ത സ്റ്റേറ്റിലും 2-3 മരണങ്ങളും നടന്നിട്ടുണ്ട്. അപ്പോൾ ഹീറോ കണ്ടെത്തിയ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇൻസ്പെക്ടറോട് പറയുന്നുണ്ട്. ഹീറോ ഊഹത്തിലല്ലോ പറയുന്നേ. ഓൾറെഡി എല്ലാ സ്റ്റേറ്റിലും പോയിട്ട് ആരൊക്കെയാണ് മരണപ്പെട്ടത് ആ ഓരോ വിക്ടിംസിന്റെയും പേരും അഡ്രസ്സും അടക്കമല്ലേ നമ്മുടെ ഇൻസ്പെക്ടറോട് പറയുന്നത്. അപ്പോൾ ഇൻസ്പെക്ടർ സംശയിക്കുന്നത് ആ ഒരു മർഡേഴ്സിന്റെ ഒക്കെ പിന്നിലെ നമ്മുടെ ഹീറോ തന്നെ ആയിരിക്കാം. അല്ലെങ്കിൽ ഇത്ര വ്യക്തമായിട്ട് ഡീറ്റെയിൽസ് എങ്ങനെ ഹീറോയ്ക്ക് പറയാൻ പറ്റുക? ഓൾറെഡി തന്റെ ലവറെ കൊലപ്പെടുത്തിയത് ഹീറോയാണെന്ന് ഇൻസ്പെക്ടർ നല്ല സംശയമില്ലേ. അങ്ങനെ ഹീറോയെ ഇൻസ്പെക്ടർ ലോക്ക് ചെയ്യാണ്. ഹീറോ എന്ത് പറഞ്ഞിട്ടും അങ്ങനെ വിശ്വസിക്കുന്നില്ല. എന്നാൽ ഹീറോ എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു മരണം വീണ്ടും കൂടുന്ന ഹീറോയ്ക്ക് ഉറപ്പായതുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടിട്ടാണ് ഹീറോ മറ്റൊരു സ്റ്റേറ്റിലേക്ക് വന്നത്. അതിനുശേഷം നമ്മുടെ അനന്യയുടെ ഡോക്ടർ മേഡമില്ലേ അവരെ കാണാൻ പോയിട്ട് ഹീറോ ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോ അനന്യക്ക് സംഭവിച്ചത് അതുപോലെ ചില പെൺകുട്ടികൾക്ക് സംഭവിക്കുന്ന മരണത്തിന്റെ പിന്നിലെ കാരണം ഇവർക്ക് അറിയാണെങ്കിലോ? അപ്പോൾ അവര് പറയുന്നുണ്ട്, അന്ന് രുദ്രയുടെ നാട്ടിൽ വെച്ചൊരു മെഡിക്കൽ ക്യാമ്പ് നടത്തിയില്ലേ, അപ്പോൾ ചില സംഭവം ഉണ്ടായിട്ടായിരുന്നു. അതായത് ചില പേഷ്യൻസിനെ നമ്മൾ റെക്കമെൻഡ് ചെയ്യാത്ത ഏതോ ഒരു മരുന്ന് അനന്യ എഴുതി കൊടുത്ത പോലെ കണ്ടപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞത്, മേഡം ഞാനിങ്ങനെ ഒരു മരുന്ന് എഴുതി കൊടുത്തിട്ടേ ഇല്ല. അവസാനം അന്വേഷിച്ചപ്പോഴാണ് ആ ഒരു മരുന്ന് എഴുതി കൊടുത്തത് കമ്പൗണ്ടർ ആണെന്ന് മനസ്സിലാക്കിയേ. എന്നാൽ അവനെ തേടി നോക്കിയപ്പോൾ അതിനുള്ളിൽ അവർ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവന്റെ അഡ്രസ്സും ഡീറ്റെയിൽസും വാങ്ങിയിട്ട് ഹീറോ കമ്പൗണ്ടറിനെ ലോക്ക് ചെയ്ത് അവനെ ഇടിച്ചു പിടിച്ച് ചോദിക്കുന്നുണ്ട്, എന്തിനാടാ നീ ഇത് ചെയ്തേ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഏതോ ഒരു മൊട്ട വന്നിട്ട് എനിക്ക് പൈസ തന്നിട്ട് ചെയ്യാൻ പറഞ്ഞതാ. എന്നാൽ അതിന്റെ പിന്നിൽ ഇത്രയും വലിയ റിസ്ക് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. അങ്ങനെ അടുത്തതായിട്ട് നമ്മുടെ ഹീറോ പോകുന്നത് കഥയുടെ ആരംഭത്തിലൊരു പെൺകുട്ടി മരണപ്പെട്ടില്ലേ അവളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവൾക്ക് ഡയബറ്റിക്സ് ഉണ്ടായിരുന്നു. അതിന് തുടർച്ചയായിട്ട് അവളൊരു ഹോസ്പിറ്റലിൽ നിന്നാണ് മെഡിസിൻ എടുത്തിട്ടുള്ളത്, ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഹോസ്പിറ്റലിന്റെ പേരാണ് ന്യൂറ. ആ ഒരു ഹോസ്പിറ്റൽ ഏതാന്ന് വെച്ചാല് കുറച്ച് കൊള്ളക്കാര് ഒരു ഹോസ്പിറ്റലിലേക്ക് പണം അടിച്ചു മാറ്റാൻ കയറിയിരുന്നില്ലേ. നമ്മുടെ ഹീറോയെ ആദ്യമായിട്ട് ഹീറോയിൻ കണ്ടത് ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണ്. അപ്പോഴാണ് ആ ഒരു ഹോസ്പിറ്റലിലെ കൊള്ളക്കാരുമായിട്ട് നമ്മുടെ ഹീറോ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഓൾറെഡി ഹീറോയെ പോലീസും ടീമും സംശയിക്കുന്നുണ്ട്, തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നില്ലേ. അതുകൊണ്ട് ഹീറോയുടെ മുഖം ആർക്കും മനസ്സിലാതിരിക്കാനാണ്, CCTVയിൽ പെടാതിരിക്കാനാണ് ആ ഒരു മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഹീറോയുടെ ലൈഫിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ലേഖയോട് തുറന്നു പറയുന്നുണ്ട്. അങ്ങനെ ലേഖ അവളുടെ വീട്ടിലേക്ക് വന്നിട്ട് ഹീറോയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, സംഭവിച്ച കാര്യങ്ങളൊക്കെ അച്ഛനോടും
അച്ഛനോടും വല്യമ്മയോടും പറയാണ് ഓൾറെഡി നടക്കുന്ന മിസ്റ്റീരിയസ് ആയിട്ടുള്ള മരണത്തിന് പിന്നിലെ രഹസ്യം ഹീറോ തേടിക്കൊണ്ടിരിക്കുന്നില്ലേ. അപ്പോൾ ഹീറോ ശരിക്കും ചിന്തിച്ചു നോക്കുന്നുണ്ട്. അവസാനമായിട്ട് ആ ഒരു കമ്പൗണ്ടർ എന്താ പറഞ്ഞേ, ഏതൊരു മുട്ട പൈസ തന്നിട്ടാണ് അവൻ മരുന്ന് മാറ്റി കൊടുത്തെന്നല്ലേ. അപ്പോൾ അതുപോലൊരു മുട്ടയെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ ഹീറോ ആലോചിച്ച് നോക്കുമ്പോൾ അനന്യയ്ക്ക് ആ ഒരു ലോറി ആക്സിഡന്റ് സംഭവിച്ചില്ലേ, അങ്ങനെ അവളുടെ റൂമിലേക്ക് ഹീറോ വരുമ്പോൾ ഒരു മുട്ട പുറത്തേക്ക് പോകുന്നത് ഹീറോ കണ്ടിരുന്നു. അപ്പോൾ ചിലപ്പോ അവനായിരിക്കോ കമ്പൗണ്ടർ പറയുന്ന അതേ മുട്ട. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഓൾറെഡി മരണപ്പെട്ട എല്ലാ പെൺകുട്ടികളുടെയും ബോഡി കളക്ട് ചെയ്ത് കൊണ്ടുപോയത് അതേ മുട്ട തന്നെയായിരുന്നു. അങ്ങനെ അനന്യെ അഡ്മിറ്റ് ചെയ്ത ആ ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ട് ആ ഒരു മുട്ടയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവന്റെ പേര് ഡേവിഡ് ആണെന്നും അവന്റെ ലൊക്കേഷനും അഡ്രസ്സും ഹീറോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നേരെ ഡേവിഡിനെ ലോക്ക് ചെയ്യാനായിട്ട് ആ ഒരു ഏരിയയിലേക്ക് പോകുമ്പോൾ ഡേവിഡ് തന്റെ കൂട്ടാളികളോട് പറയുന്നുണ്ട്, ആഹാ ആട് നേരെ കഴുത്തെടുത്തിട്ട് നമ്മുടെ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടല്ലോ, ഇനി അവനെ വിടണ്ട, അവനെ തീർത്ത് കളഞ്ഞേക്ക്. ഡേവിഡിന്റെ കൂട്ടാളികള് ഹീറോയെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ സാധാരണ ഫൈറ്റ് അല്ല, അവരുടെ കയ്യിൽ വലിയ വലിയ ഗണ്ണുകളൊക്കെ ഉണ്ട്. അവരിൽ നിന്ന് ഹീറോ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ആ കാഴ്ചയൊക്കെ മുകളിൽ കൂളായിരുന്നേ ഡേവിഡ് വാച്ചിയാണ്. ഗണ്ണും പിടിച്ചിരിക്കുന്നവന്റെ മുമ്പിൽ തലവെച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അവരിൽ നിന്ന് മറിഞ്ഞ് മാറി മാറി ഹീറോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ ഹീറോയ്ക്കും ഒരു വലിയ ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. അതുകൊടുത്ത് അവരെ നേർക്ക് തുരുതുരാ ഷൂട്ട് ചെയ്യുമ്പോൾ അവരും ഓടി തള്ളുന്നുണ്ട്. അതുകൊണ്ട് ഡേവിഡ് അവിടുന്ന് തടി കാലിയാക്കാണ്. അങ്ങനെ ആ ഒരു ഏരിയ മുഴുവനായിട്ട് നമ്മുടെ ഹീറോ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്, ഡേവിഡ് ഒരു സാധാരണക്കാരനല്ല, ഒരു ആർമി ഓഫീസറാണ്. അതുപോലെ അതേ സ്ഥലത്ത് നിന്ന് ഒരു ഫോട്ടോയും ഹീറോയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഫോട്ടോയില് ഡേവിഡിന്റെ കൂടെ ഒരാളുണ്ട്. അയാൾ ആരാ നോക്കുമ്പോൾ അയാള് ആർമിയിലെ ഒരു മേജറാണ്. അപ്പോൾ അങ്ങേരെ കണ്ട് ചോദിച്ചു കഴിഞ്ഞാല് ഡേവിഡിനെ കുറിച്ചും അതുപോലെ ഡേവിഡ് കാരണമായിട്ട് നടക്കുന്ന മർഡറിനെ കുറിച്ചും മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അങ്ങനെ അവരുടെ അഡ്രസ്സ് കണ്ടെത്തിയിട്ട് അവരുടെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഹീറോയ്ക്ക് ഒരു ഷോക്കിംഗ് ന്യൂസ് മനസ്സിലാവാണ്. അതായത് ആ ഒരു മേജറിന്റെ മകൾ പറയുന്നുണ്ട്, ഒരാഴ്ച മുമ്പാണ് എന്റെ അച്ഛൻ മരണപ്പെടുന്നത്. കുറച്ച് ദിവസത്തിനുള്ളിൽ ഈ ഒരു വീട് വെക്കറ്റ് ചെയ്ത് ഞാനും മാറാൻ പോണ്. എന്നാൽ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുന്ന ഹീറോ പ്രതീക്ഷിതാണ്. പക്ഷെ ഒന്നും കിട്ടിയില്ല. വീണ്ടും സീറോയിലെത്തിയില്ലേ. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? അങ്ങനെ നിരാശയില് അവിടെ ഇരിക്കുമ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ മേജറിന്റെ മകളല്ല ചെറുമകളാണ്. അവര് കണ്ടപ്പോ അവര് പറയുന്നുണ്ട്, എന്റെ മുത്തശ്ശന്റെ എല്ലാ രേഖകളും ഡോക്യുമെന്റ്സ് ഒക്കെ ഈ ഒരു ബോക്സിലുണ്ട്. അപ്പോ നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും ഇതിൽ നിന്ന് കിട്ടുമെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. അങ്ങനെ ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ഉള്ളിലെ എല്ലാ സാധനങ്ങളും ഹീറോ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് അതിൽ മേജറിന്റെ ഒരു ഡയറി ഹീറോ കാണുന്നത്. അതിൽ ആർമി ഓഫീസറായ മേജർ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറേയധികം യുദ്ധങ്ങള്, അതുപോലെ നേരിൽ കാണേണ്ടി വന്ന സുഹൃത്തുക്കളുടെ മരണങ്ങള്, അങ്ങനെ പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തില് മറ്റൊരു ആർമി ഓഫീസറായ ഗുരുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ ഒരു ഗുരുവിന്റെ ആർമിയിലെ പൊസിഷൻ എന്താണെന്ന് വെച്ചാല് അങ്ങനെ ഒരു ആർമി ഡോക്ടറാണ്. അങ്ങനെ മേജറും ടീമും ഒരു ടെററിസ്റ്റിനെ ലോക്ക് ചെയ്തിട്ടുണ്ട്. അവന്റെ വായിൽ നിന്ന് സത്യം പുറത്തുകൊണ്ടുവരാനായിട്ട് ടൂത്ത് സിറം എന്ന നമ്മുടെ മെത്തേഡ് പയറ്റി നോക്കാം. അപ്പോൾ ഗുരു പറയുന്നുണ്ട്, സാറേ ആ ഒരു മെത്തേഡൊക്കെ വല്ലാതെ പഴകിയില്ലേ, നമുക്ക് പുതിയൊരു മെത്തേഡ് പരീക്ഷ നോക്കിയാലോ. അപ്പൊ മേജറും പറയുന്നുണ്ട്, അതിനെന്താ ചെയ്തു നോക്കിയോ. അപ്പോൾ ഗുരു അവനിക്ക് ഒരു ഇഞ്ചക്ഷൻ എടുക്കാണ്. എന്നിട്ട് അവന്റെ മുൻപില് ചെറുതായിട്ട് തീ കാണിക്കുമ്പോൾ അവന്റെ ശരീരം മുഴുവനായിട്ട് തീ കത്തി ആളി പിടിച്ച പോലെ അവൻ കിടന്ന് പെടയുന്നുണ്ട്. അവൻ പേടിച്ച് വിറച്ചിട്ട് അവൻ അറിയുന്ന എല്ലാ സത്യങ്ങളും അവൻ കക്കാണ്. അടുത്ത സീനില് നമ്മുടെ ഡോക്ടർ ഇന്ദിരയില്ലേ, അവര് നമ്മുടെ ഗുരുവിനെ കാണാൻ വന്നിട്ട്, അല്ല ഡോക്ടർ, നിങ്ങളെ കുറിച്ച് മേജർ ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞല്ലോ, എന്നാലും എങ്ങനെയാ നിങ്ങളത് ചെയ്തേ. അപ്പോ ഗുരു പറയുന്നുണ്ട്, ഞാൻ അവന്റെ ശരീരത്തിൽ കുത്തിവെച്ചത് ഒരാള് നോർമലി ഫേസ് ചെയ്യില്ലേ ആ ഒരു ഭയത്തിനേക്കാളും 10 മടങ്ങ് ഭയം അവന്റെ ഉള്ളിലുണ്ടാവുന്ന ഒരു സിറമാണ്. അവന്റെ മുൻപിൽ തീ കാണിച്ചപ്പോ അതിന്റെ 10 ഇരട്ടി തീ അവന്റെ ശരീരത്തിലാവുന്ന പോലെ അവന് ഫീൽ ചെയ്തു. നമ്മുടെ ഇന്ത്യൻ ഡോക്ടറാണ്, ഗുരുവും ഡോക്ടറാണ്. അങ്ങനെ അവര് മെഡിക്കൽ പരമായിട്ടുള്ള പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാണ്. അങ്ങനെ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഗുരുവിലെ ആർമി കോടതിയോട് ഒരു പുതിയ മരുന്ന് കണ്ടുപിടിക്കാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ ഗുരു കാരണം ഈസി ആയിട്ട് കുറ്റവാളിയുടെ ഉള്ളിൽ നിന്ന് എല്ലാ എവിഡൻസും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലേ. അതിൽ മേജറിനും അതുപോലെ ഇന്ത്യക്കും വിശ്വാസമില്ലേ. അവർ രണ്ടുപേരും ഗുരുവിനെ സപ്പോർട്ട് ചെയ്യാണ്. അങ്ങനെ കോടതി നമ്മുടെ ഗുരുവിന്റെ പരീക്ഷണത്തിന് സമ്മതിക്കുകയാണ്. അങ്ങനെ ഗുരു ആ ഒരു എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യാണ്. എന്നാൽ പതിയെ ആ ഒരു എക്സ്പെരിമെന്റ് കുറച്ച് ഹാർഡായിട്ട് ക്രൂരമായിട്ട് മാറാൻ തുടങ്ങിയപ്പോൾ കൂടെയുള്ള മറ്റു ടീംസ് ഒന്നും നമ്മുടെ ഗുരുവിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോഴാണ് ഗുരു ആ നാട്ടിലെ ഒരു ട്രൈബൽസിനെ കാണുന്നത്. അപ്പോൾ അവരെ ഈ ഒരു എക്സ്പെരിമെന്റിന് യൂസ് ചെയ്യാനായിട്ട് അവരുടെ ചെറിയ ചെറിയ അസുഖത്തിന് മരുന്നാണെന്ന് പറഞ്ഞിട്ട് ചില മെഡിസിൻസ് ഗുരു കൊടുക്കുകയാണ്. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷമാണ് മനസ്സിലാവുന്നത് ആ ഒരു ട്രൈബൽസിലെ കുറേയധികം ആളുകളെ പതിയെ കാണാതെയാവുന്നുണ്ട്. അവർക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ആ ഒരു ആർമി ടീം അന്വേഷിച്ച് നോക്കുമ്പോഴാണ് അവരെ മുഴുവനായിട്ട് ഗുരുവിലെ അവൻ കൊന്നു കളഞ്ഞതാണ്. എല്ലാവരും വല്ലാതെ ഷോക്കായി പോയിട്ട് ആ ഒരു കാര്യം മേജർ അറിയിച്ചപ്പോ മേജർ ചോദിക്കുന്നുണ്ട്, അല്ല ഗുരു, നീ ഇതെന്താ ചെയ്തു വെച്ചിട്ടുള്ളേ, നിന്റെ മാനസിക നില തന്നെ തെറ്റിപ്പോയിട്ടുണ്ടോ. അങ്ങനെ ഗുരുവിനോട് കയർത്ത് കയറുമ്പോ ഗുരു പറയുന്നുണ്ട്, സാറേ ഞാൻ എന്റെ
പരീക്ഷണം സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ കൊളാറ്ററൽ ഡാമേജ് സംഭവിക്കില്ലേ, അങ്ങനെയായിട്ട് കണ്ടാൽ മതി. ഇതൊന്നും കണ്ടില്ല എന്ന് വെച്ചേക്ക്. അപ്പോൾ മേജർ പറയുന്നുണ്ട്, ഇതിന്റെ തീരുമാനം ഞാനല്ല എടുക്കണ്ടേ. ആർമി കോർട്ടിലെ ആ ഒരു കോടതിയിൽ വന്നിട്ട് നിന്റെ ഭാഗം നീ സബ്മിറ്റ് ചെയ്യും. എന്നാൽ കുറേയധികം പാവങ്ങൾ കൊല്ലപ്പെട്ടില്ലേ, അതുകൊണ്ട് ഡിഫൻസ് മിനിസ്റ്ററും ഗുരുവിനെ ചോദ്യം ചെയ്യുന്ന ആ ഒരു കമ്മിറ്റിയിൽ ചേരുകയാണ്. അങ്ങനെ അവനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഗുരു, നീ എന്താ ചെയ്തു വെച്ചിട്ടില്ലേ? അപ്പോൾ ഗുരു പറയുന്നുണ്ട്, സാറേ ഇതൊക്കെ എൻ്റെ ഒരു പരീക്ഷണമാണ്. അതായത് ഒരാളുടെ മൈൻഡ് എങ്ങനെ കൺട്രോൾ ചെയ്യാം. നമുക്ക് ഈസി ആയിട്ട് എതിരികളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റിയാലേ നമുക്ക് വലിയ യുദ്ധങ്ങൾ നടത്തേണ്ട ആവശ്യമില്ല. അതുപോലെ ആംസിന് വേണ്ടിയിട്ട് എക്യുപ്മെന്റ്സിന് വേണ്ടിയിട്ട് കുറേയധികം എമൗണ്ട് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു എനിമീസ് അവരവരെ തന്നെ കൊലപ്പെടുത്തിക്കോളും. അപ്പോൾ അതിനുള്ള എക്സ്പെരിമെന്റ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഡിഫൻസ് മിനിസ്റ്റർ പറയുന്നുണ്ട്, ഗുരു നീ പറയുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ന്യൂസ് എങ്ങാനും പുറത്തു വന്നാൽ മറ്റ് രാജ്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് തന്നെ ഒരു കരിനിഴൽ വീഴും. അപ്പോൾ ഗുരു ഒരു പെൺകുട്ടിയോട് പറയുന്നുണ്ട്, ആ ഒരു ഫയൽസ് ഒക്കെ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്ററിന് ഒന്ന് കാണിച്ചു കൊടുക്കുക. ആ ഒരു പെൺകുട്ടി ആ ഒരു ഫയൽ എടുത്തിട്ട് മിനിസ്റ്ററിന്റെ അരികിലേക്ക് വരികയാണ്. അടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് അവളുടെ മുഖഭാവം മാറാണ്. അങ്ങനെ ഒരു പെണ്ണെടുത്തിട്ട് മിനിസ്റ്റർ കൊല്ലാൻ നോക്കുമ്പോൾ അതിനുള്ളിൽ ഗുരു ഒരു പെണ്ണ് പ്രസ് ചെയ്തിട്ട് അവളെ കൺട്രോൾ ചെയ്യാണ്. അതിൽ അവൾക്ക് ഷോക്ക് അടിച്ച പോലെ അവള് വീണു പോകുന്നുണ്ട്. ഗുരു ചോദിക്കുന്നുണ്ട്, സാറേ ഒരു ആർമി ഓഫീസർ എങ്ങനെയാ സാറിനെ കൊല്ലാണ്ട് ചെയ്യുക? എന്നാൽ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാലേ എനിക്ക് ആരെ കൊണ്ടും എന്തും ചെയ്യിക്കാൻ കഴിയും. ഇതൊക്കെ എന്റെ എക്സ്പെരിമെന്റിന്റെ വിജയമാണ്. നമ്മുടെ രാജ്യത്തിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്തൂടെ? എന്നാൽ മേജർ പറയുന്നുണ്ട്, ഇത്രയും റിസ്ക് ആയിട്ടുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഡിഫൻസ് മിനിസ്റ്റർ മേജറെ സ്റ്റോപ്പ് ചെയ്തിട്ട്, അല്ല ഇവൻ കണ്ടുപിടിച്ചത് ആരും അറിയാതിരുന്ന പോലെ ഇങ്ങനൊരു മെത്തേഡ് തന്നെയാണ് നമുക്ക് ആവശ്യം. ഗുരു നീ ഒരു കാര്യം ചെയ്, നിന്റെ റിസർച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കോ, അതിന് വേണ്ട എല്ലാ ഹെൽപ്പും ഞാൻ നിനക്ക് തന്നോളാം. അങ്ങനെ ഗുരു അവിടുന്ന് തിരിച്ചു പോയ ശേഷം മിനിസ്റ്റർ ബാക്കി ടീമിനോട് പറയുന്നുണ്ട്, ആദ്യം ഗുരുവിനെ തീർത്ത് കളഞ്ഞേക്ക്. അപ്പൊ മേജർ ചോദിക്കുന്നുണ്ട്, അല്ല സാറേ അവനോട് സാർ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞേ, അവന്റെ മുൻപിൽ വെച്ച് നടക്കുന്നില്ല എന്നെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ വാശി തീർക്കാൻ അപ്പൊ തന്നെ എന്നെ കൊന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല അവൻ കണ്ടുപിടിച്ച ഈ ഒരു ടെക്നോളജി എങ്ങനെയെങ്കിലും നമ്മുടെ ശത്രു രാജ്യത്തിന്റെ കയ്യിൽ കിട്ടിയാലേ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഇവനെയൊക്കെ ശ്രദ്ധിച്ച് മാത്രമേ കൈകാര്യം ചെയ്യാൻ പാടൂ. അങ്ങനെ ഗുരുവിനെ തീർക്കാനായിട്ട് ഒരു ടീം വരികയാണ്. അതിനുള്ളിൽ ഗുരുവിന് കാര്യം മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ അവൻ ആ ബിൽഡിംഗ് മുഴുവനായിട്ട് തകർത്ത് ബ്ലാസ്റ്റ് ചെയ്ത് കളയാണ്. ആ ഒരു ബ്ലാസ്റ്റിൽ തന്നെ ഗുരു മരണപ്പെട്ടു പോയിട്ടുണ്ടെന്ന് നമ്മുടെ മേജർ ആ ഒരു ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഹീറോയ്ക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഗുരുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഡേവിഡ് ജീവനോടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ബ്ലാസ്റ്റില് ഗുരു മരണപ്പെട്ടിട്ടില്ല. അപ്പോഴാണ് കുറച്ചു നേരത്തെ ഡേവിഡിന്റെ സ്ഥലത്ത് നിന്ന് ഗുരുവിന്റെ ഒരു ഫോട്ടോ ഹീറോ കൊണ്ടുവന്നിരുന്നു. ആ ഒരു ഫോട്ടോ ഹീറോയുടെ കയ്യിൽ നിന്ന് നിലത്ത് വീണ് പൊട്ടിപ്പോകുന്നത്. അപ്പൊ അതിൽ നിന്ന് ഒരു പെൻഡ്രൈവ് കിട്ടുന്നുണ്ട്. അതിലിപ്പോ എന്തായിരിക്കും ഉണ്ടാവുക? അത് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അതിന് പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. അല്ല എന്തായിരിക്കും ഇതിന്റെ പാസ്വേഡ്? അതിനെക്കുറിച്ച് ഹീറോ ചിന്തിക്കുമ്പോഴാണ് ഗുരു കണ്ടെത്തിക്കൊണ്ടിരുന്ന ആ ഒരു റിസർച്ചില്ലേ അതിന് ഗുരു ഇട്ട പേരായിരുന്നു സ്പാർക്ക്. അപ്പോൾ എന്തുകൊണ്ട് സ്പാർക്ക് എന്ന് പാസ്വേഡ് ആയിക്കൂടാ? അങ്ങനെ സ്പാർക്ക് എന്ന് കൊടുക്കുമ്പോൾ കറക്റ്റ് അത് തന്നെയാണ് പാസ്വേഡ്. അങ്ങനെ ഓപ്പൺ ആവാണ്. അതിലെ കുറേയധികം പെൺകുട്ടികളുടെ പ്രൊഫൈൽസ് ഉണ്ട്. അതേ പ്രൊഫൈലില് നമ്മുടെ ലേഖയിലെ ഹീറോയിൻ അവളുടെ ഫോട്ടോയുണ്ട്. അതിൽ ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അതായത് ഡേവിഡിന്റെ അടുത്ത ടാർഗറ്റ് അത് ലേഖ തന്നെയാണ്. അപ്പോൾ ഡേവിഡില്ലേ അവൻ ഗുരുവിനെ വിളിച്ച് പറയുന്നുണ്ട്, സാറേ എന്റെ വീട്ടിൽ നിന്ന് സാറിന്റെ ഫോട്ടോ ഒരുത്തൻ എടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഗുരു ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്, അല്ല അതിലല്ലേ ആ പെൻഡ്രൈവ് വെച്ചിട്ടില്ലേ ഒരു സാധനം ശരിക്കും നിനക്ക് സൂക്ഷിക്കാൻ അറിയില്ലേ? അല്ല അവനെ നീ 2 പ്രാവശ്യം തീർക്കാൻ നോക്കിയിട്ട് നടന്നില്ലേ? അതായത് ഹോസ്പിറ്റലിലേക്ക് കുറച്ച് റോബേഴ്സ് വന്നിരുന്നില്ലേ? അതുപോലും നമ്മുടെ ഗുരുവിന്റെ റിസർച്ചിന്റെ പിന്നാലെ ഹീറോ ഇറങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഹീറോയെ കൊല്ലാനായിട്ട് ഗുരു ഡേവിഡിനെ കൊണ്ട് ഒരു ടീമിനെ അയച്ചതാണ്. രണ്ടാമതും ഏതോ കുറച്ച് അജ്ഞാതര് രാത്രി ഹീറോയെ ആക്രമിച്ചിരുന്നില്ലേ? അങ്ങനെ 2 പ്രാവശ്യം അവനെ കൊല്ലാൻ നോക്കിയിട്ടും നിനക്ക് നടന്നില്ല. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, സാറേ ഇപ്രാവശ്യം ഉറപ്പായിട്ടും അവനെ ഞാൻ തീർത്തിരിക്കും. അപ്പോഴാണ് ഗുരുവിനെ കൊല്ലാനായിട്ട് നമ്മുടെ മേജർ കുറച്ച് ടീമിനെ അയച്ചിരുന്നില്ലേ? അന്ന് എന്താണ് സംഭവിച്ചെന്നുള്ള ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നത്. ഓൾറെഡി ഗുരുവിന്റെ ഓഫീസിലെ പല അസിസ്റ്റൻസിനെയും ആ ഒരു മരുന്ന് കൊടുത്തിട്ട് തന്റെ ആൾക്കാരായിട്ട് മാറ്റിയിട്ടില്ലേ? അപ്പോൾ ആ ഒരു ഓഫീസേഴ്സ് വരുന്നത് നേരത്തെ തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്റെ വരുത്തിക്ക് വരുത്തിയ ആ ഒരു ആർമി ഓഫീസേഴ്സിനെ വെച്ചിട്ട് ഗുരുവിനെ കൊല്ലാൻ വന്ന ഓരോരുത്തരെയും കൊന്നു തള്ളുന്നുണ്ട്. ബാക്കിയുള്ള ടീംസിന് മുഴുവനായിട്ട് അവരെ മയക്കാനുള്ള ഒരു മെഡിസിൻ പുകയാക്കിയിട്ട് അവരെ മയക്കിക്കളയാണ്. അങ്ങനെ എല്ലാവരും മയങ്ങി വീണ ശേഷമാണ് ഗുരുവിന് എഫക്റ്റ് ആവാത്ത രീതിയിൽ ഒരു മാസ്ക് ഇട്ടിട്ട് അവരുടെ ഇടയിലൂടെ നൈസായിട്ട് പുറത്തു വന്നിട്ട് ആ ഒരു ബിൽഡിംഗ് മുഴുവനായിട്ട് ബ്ലാസ്റ്റ് ചെയ്ത് തകർത്ത് കളഞ്ഞതാണ്. ഓൾറെഡി ആ ഒരു പെൻഡ്രൈവ് ഹീറോ ചെക്ക് ചെയ്തിരുന്നില്ലേ? അതിൽ നിന്ന് ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് പെൺകുട്ടികൾ മാത്രമായിട്ട് ഗുരു ടാർഗറ്റ് ചെയ്യുന്നത്? ആ ഒരു പെൺകുട്ടികളുടെ ബ്രെയിനിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതുവരെ ഹീറോ കണ്ടുപിടിച്ച എല്ലാ കാര്യവും തന്റെ കൂട്ടുകാരൻ കിഷോറോട് പറയാണ്. അപ്പോഴാണ് ഇതുവരെ ഡേവിഡ് എങ്ങനെയാണ് ഓരോ പെൺകുട്ടികളെ വലയിലാക്കിയതെന്നുള്ള ആ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നത്. അതായത് ഡേവിഡ് ഒരു അറ്റൻഡർ ആയിട്ട് ഹോസ്പിറ്റലിലല്ല വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി അവര് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പെൺകുട്ടികൾക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടുന്ന പോലെ ഒരവസ്ഥ ഉണ്ടാക്കും. അങ്ങനെ ഡോക്ടേഴ്സിനെ കാണുമ്പോൾ മെഡിസിൻ കൊടുക്കില്ലേ? അപ്പോൾ ഓൾറെഡി ഡേവിഡ് സെറ്റ് ചെയ്ത് വെച്ച ഒരു ഇൻഹേലർ ആണ് അവർക്ക് കൊടുക്കാറ്. അങ്ങനെ ഡേവിഡിന് എപ്പോഴാണോ ബ്രെയിന് വേണ്ടത് ആ ഒരു സമയത്ത് അവർക്ക് ശ്വാസം മുട്ടുന്ന പോലെ സംഭവിപ്പിക്കും. അങ്ങനെ ഇൻഹേലർ യൂസ് ചെയ്യുമ്പോൾ അവരുടെ കൺട്രോൾ നഷ്ടപ്പെടും. തൊട്ടടുത്ത് ആരാണുള്ളത് അവരെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിട്ട് അവര് സൂയിസൈഡ് ചെയ്യും. അങ്ങനെ അവരുടെ ബോഡി കളക്ട് ചെയ്യാനും നേരെ ഡേവിഡ് അല്ല വരാറ്. അങ്ങനെ എല്ലാ പ്രൊസീജിയറും
കഴിഞ്ഞ ശേഷം അവരുടെ ഓരോരുത്തരുടെയും ബ്രെയിന് ഗുരുവിന്റെ കയ്യിൽ ഏൽപ്പിക്കലാണ്. അങ്ങനെ ഒരിക്കലാണ് ആ ഒരു ട്രൈബൽസിന് മരുന്ന് കൊടുക്കുമ്പോൾ മരുന്ന് മാറിപ്പോയ കാര്യം അനന്യ മനസ്സിലാക്കിയിരുന്നില്ലേ. അതിനെക്കുറിച്ച് അവളെ ചോദ്യം ചെയ്യുമ്പോൾ അത് മറന്നിരുന്ന് ഡേവിഡ് കേട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം ഗുരുവിനോട് പറയുമ്പോൾ ഗുരു ചോദിക്കുന്നുണ്ട്, അല്ല ഇവളെന്തിനാ ഓരോ കാര്യത്തില് തലയുടെ നിൽക്കുന്ന ഒരു കാര്യം ചെയ്തേ, അവളങ്ങ് തീർത്തേക്ക്, റിസ്ക് എടുക്കണ്ട. അങ്ങനെ അനന്യെ കൊലപ്പെടുത്താൻ ആ ഒരു ലോറി കൊണ്ട് അവൾ ഇടിച്ചു തെറിപ്പിച്ചത് അത് ഡേവിഡ് തന്നെയായിരുന്നു. എന്നിട്ടും അവള് മരണപ്പെടാതായപ്പോഴാണ് അതിനുശേഷം അവളെ കൊലപ്പെടുത്താൻ ആ ഒരു ഇൻഹേലർ യൂസ് ചെയ്തതും. അങ്ങനെയാണ് അവള് സ്വയം ആത്മഹത്യ ചെയ്തതും. അവർക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്, അതായത് ന്യൂറ എന്നൊരു ഹോസ്പിറ്റലിന്റെ ഹെൽപ്പോട് കൂടെയാണ് അവരിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഗുരുവില്ലേ, അവൻ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്, അവനെ വേഗം കണ്ടെത്തണം. അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് ഒരു ഫോൺ വരുന്നത്. നോക്കുമ്പോൾ അത് ലേഖയാണ്. എന്നാൽ അവള് സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അടുത്ത് ഗുരുവിന്റെ ടാർഗറ്റ് അത് ലേഖയല്ലേ. അങ്ങനെ ലേഖയെ ഡേവിഡ് തട്ടിക്കൊണ്ടു പോവാണ്. ഹീറോയ്ക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്, ലേഖയെ രക്ഷിക്കാനായിട്ട് അവനും ഇറങ്ങാണ്. എന്നാൽ അതിനുള്ളില് ഓൾറെഡി നമ്മുടെ ഹീറോയുടെ മേലെ സംശയമുള്ള മറ്റൊരു സ്റ്റേറ്റിലെ പോലീസ് ഇൻസ്പെക്ടറില്ലേ, അങ്ങനെ ടീമുമായിട്ട് വന്നിട്ട് ഹീറോയെ അറസ്റ്റ് ചെയ്യാൻ നോക്കാണ്. എന്നാൽ ഹീറോ തന്റെ അവസ്ഥയൊക്കെ പറഞ്ഞിട്ടും അവർ കേൾക്കുന്നേയില്ല. അപ്പോഴാണ് ഇതേ സ്റ്റേറ്റിലെ ആ ഒരു ഇൻസ്പെക്ടർ വന്ന് പറയുന്നത്, അല്ല ഇവിടെ ഇൻസ്പെക്ടറായിട്ട് ഞാനില്ലേ, ഞാനിവനെ അറസ്റ്റ് ചെയ്ത് നിങ്ങളുടെ സ്റ്റേറ്റിന് കൈമാറിക്കോളാം. എന്നാൽ ഹീറോ മാത്രം കേൾക്കുന്ന രീതിയിൽ അവനോട് പറയുന്നുണ്ട്, എന്റെ ഗണ്ണെടുത്ത് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. അങ്ങനെ ആ ഒരു ഗണ്ണെടുത്ത് ഇൻസ്പെക്ടറിന്റെ നെറ്റിയിൽ വെച്ച് അങ്ങനെ കൊലപ്പെടുത്താൻ പോകുന്ന പോലെ ഭീഷണിപ്പെടുത്തിയിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. അപ്പോഴാണ് നമ്മുടെ ഇൻസ്പെക്ടറിന്റെ അസിസ്റ്റന്റ് ചോദിക്കുന്നത്, അല്ല സാറേ എന്തിനാ അവനെ രക്ഷപ്പെടാൻ അനുവദിച്ചേ? അങ്ങേര് പറയുന്നുണ്ട്, ഈ ഒരു കേസ് തുടക്കത്തില് ഞാൻ എങ്ങനെ അന്വേഷിച്ചോണ്ടിരുന്നേ അതുപോലെ തന്നെയാണ് അവനും അന്വേഷിക്കുന്നത്. അവൻ ഇതിന്റെ പിന്നിലെ രഹസ്യം കണ്ടെത്താൻ പറ്റും, അതിന് അവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടേ മതിയാവും. അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് കിഷോർ വിളിച്ച് പറയുന്നത്, ന്യൂറ ഹോസ്പിറ്റലിനുള്ളിൽ ഒരു ബിൽഡിംഗ് കഴിഞ്ഞ 4 വർഷമായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് മാത്രമല്ല ആ ബിൽഡിങ്ങിന് മുൻപിൽ വലിയ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിനുള്ളിൽ തന്നെ ആയിരിക്കും ഗുരു ഒളിഞ്ഞിരിക്കുന്നുണ്ടാവുക. അങ്ങനെ ഹീറോയും ആ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ അവിടെ മുഴുവനായിട്ട് വലിയ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ ആണ്. അങ്ങനെ പതിയെ ഓരോ സെക്യൂരിറ്റിയും ഹീറോ കൊന്നു തള്ളുന്നുണ്ട്. അങ്ങനെ ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ തന്നെയാണ് ഡേവിഡും ടീമുള്ളത്. അവര് ഹീറോയെ കൊല്ലാൻ നോക്കുമ്പോൾ അവർ ഓരോരുത്തരും തീർത്ത് കളഞ്ഞിട്ട് നേരെ ഗുരുവിന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഓൾറെഡി ഗുരുവിന്റെ കയ്യിലെ ഗണ്ണ് വെച്ച് ഹീറോയെ കൊല്ലാൻ നോക്കുമ്പോൾ അതിനുള്ളില് നമ്മുടെ ലേഖയിലെ ഗുരുവിനെ ചവിട്ടി തെറിപ്പിക്കുന്നുണ്ട്. അതിൽ ഗുരുവിന്റെ കയ്യിലെ ഗണ്ണ് തെറിച്ച് ദൂരെ പോയി വീണിട്ടുണ്ട്. അങ്ങനെ ഹീറോ അവർക്ക് നേരെ ശക്തമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അതിനിടയിൽ നമ്മുടെ ഡേവിഡിനെ തീർത്ത് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗുരുവിനെയും അടിച്ച് പഞ്ചറാക്കി താഴെയിടാണ്. എന്നാൽ താഴെ വീണുടൻ തന്നെ ഗുരുവിലെ ഒരു ബട്ടൺ പ്രസ് ചെയ്യാണ്. അതായത് ഓൾറെഡി ഗുരു രക്ഷപ്പെട്ട പോലെ ആ ഒരു മയങ്ങാനുള്ള പുക വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഹീറോ, ഇനിയിപ്പോ നീ എത്ര പ്രസ് ചെയ്താലും ആ ഒരു പുക വരാൻ പോകുന്നില്ല, കാരണം ഓൾറെഡി അത് ഡിസേബിൾ ചെയ്തിട്ടാണ് ഞാൻ ഉള്ളിലേക്ക് കയറിയത്. കുറേയധികം റിസർച്ച് എന്നും പറഞ്ഞിട്ട് എത്ര പാവങ്ങളുടെ ജീവനാ നീ എടുത്തേ, അപ്പോ അവരുടെ കൂടെ നീയും പോയിക്കോ. അങ്ങനെ ഗുരുവിനെ ഷൂട്ട് ചെയ്ത് കൊന്നു കളയാണ്. അതിനുള്ളിൽ ഓൾറെഡി കെട്ടിവെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഹീറോയിനില്ലേ, അവളെ കെട്ടക്കഴിച്ച് എഴുന്നേറ്റ് വരികയാണ്. എന്നാൽ എഴുന്നേറ്റ ശേഷം അവളുടെ സ്വഭാവം മാറിയിട്ട് അവളുടെ കൺട്രോൾ നഷ്ടപ്പെട്ട് ഹീറോയെ ആക്രമിക്കാൻ നോക്കാണ്. എന്നാൽ ഇനിയിപ്പോ അവൾ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാ? അപ്പോഴാണ് ഹീറോ ഓൾറെഡി ആ ഒരു മേജറിന്റെ ഡയറിയിൽ ഒരു കാര്യം കണ്ടിരുന്നു. അതായത് ഇപ്പോൾ ലേഖക്ക് സംഭവിച്ച പോലെ ഒരാളുടെ മൈൻഡിന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടാല് ഓൾറെഡി അവരെ തന്നെ കൊലപ്പെടുത്തിയ പോലെ ഒരു തോന്നല് അവർക്കുണ്ടായാൽ മാത്രമേ അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുള്ളൂ. അങ്ങനെ ലേഖ ഓടി വരുമ്പോൾ ഒരു കണ്ണാടി എടുത്തിട്ട് അവൾക്ക് നേരെ എറിയാണ്. ആ ഒരു കണ്ണാടി പൊട്ടിപ്പോകുമ്പോൾ അവള് മയങ്ങി വീഴാണ്. അതിൽ അവള് കരുതിയിട്ടുണ്ട് അവള് മരണപ്പെട്ടു പോയിട്ടുണ്ടെന്ന്. അതിൽ നിന്ന് ലോക്കായ അവളുടെ മൈൻഡിൽ നിന്ന് അവള് പുറത്തു വരികയാണ്. അങ്ങനെ ഗുരുവിന്റെ എല്ലാ റിസർച്ചും അവൻ കത്തിച്ച് കളഞ്ഞിട്ട് നമ്മുടെ ലേഖയും കൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് വരികയാണ്. അപ്പോഴാണ് അതേ സ്ഥലത്ത് തന്നെ നമ്മുടെ ഡോക്ടർ ഇന്ദിരയില്ലേ, അവരും കുടുങ്ങിയിരിക്കുന്ന ഹീറോ കാണുന്നേ. അങ്ങനെ ഇന്ദിരയും ഹീറോ രക്ഷപ്പെടുത്തിയിട്ട് കൂട്ടിക്കൊണ്ടുപോവാണ്. അങ്ങനെ ഹീറോനെ നേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ലേഖയുടെ ഹെൽത്തിന് ഒരു കുഴപ്പമില്ല, അവള് സേഫ് ആണ്. അത് കേട്ടപ്പോൾ നമ്മുടെ ലേഖയുടെ പാരന്റ്സ് ഹീറോയോട് നന്ദി പറയുന്നുണ്ട്. അപ്പൊ ഹീറോ, എനിക്കൊരു കാര്യം കൂടി ചെയ്തു തീർക്കാനുണ്ട്. അങ്ങനെ അവിടുന്ന് എങ്ങോട്ട് പോകുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ ഡോക്ടർ ഇന്ദിരയിലെ ഓൾറെഡി നടന്ന എല്ലാ കാര്യങ്ങളും മീഡിയയോട് ഒരു പത്രസമ്മേളനം വെച്ചിട്ട് ഓപ്പൺ ചെയ്യാണ്. അപ്പൊ ഇന്ദിരയുടെ അസിസ്റ്റന്റ് പറയുന്നുണ്ട്, മേഡത്തിനെ രക്ഷപ്പെടുത്തിയ ആര്യയില്ലേ, അങ്ങേര് കാണാൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഹീറോയെ മീറ്റ് ചെയ്യാൻ ഇന്ദിര വരുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് മാത്രമായിട്ട് ഒറ്റയ്ക്ക് പറയാനുണ്ട്. അപ്പോൾ ഇന്ദിര പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എല്ലാ ആളുകളും കുറച്ചൊന്ന് പുറത്തേക്ക് നമുക്ക് പ്രൈവസി വേണം. അങ്ങനെ അവര് പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ ഹീറോ പറയുന്നുണ്ട്, അല്ല നിങ്ങൾ മീഡിയയിൽ എല്ലാവരോടും എന്താ പറഞ്ഞേ, ഇതിന്റെയൊക്കെ പിന്നില് ആ ഒരു ഡോക്ടർ ഗുരുവാണെന്നോ? എന്നാൽ സത്യം അതല്ല, ഇതിന്റെയൊക്കെ പിന്നിലെ ഡോക്ടർ ഇന്ദിര നിങ്ങളല്ലേ. അതായത് ആ ഒരു കാര്യം ഹീറോയ്ക്ക് എങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്പെക്ടറിലെ അങ്ങേരോട് ഓൾറെഡി ഹീറോ നടത്തിയ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ഡീറ്റെയിൽസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ചില സംശയങ്ങളും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവസാനം ഹീറോയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിന്റെ പിന്നില് അത് ഡോക്ടർ ഇന്ദിര തന്നെയാണ്. അതായത് ആദ്യം ഒരു കുറ്റവാളിയിൽ നിന്ന് ഒരു മെഡിസിൻ യൂസ് ചെയ്തിട്ട് അവനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിച്ചിരുന്നില്ലേ, അതിനുശേഷം ഗുരുവുമായിട്ട് ഇന്ദിര മീറ്റ് ചെയ്തപ്പോൾ അവന്റെ ഉള്ളിലുള്ള ആ ഒരു കഴിവ് ഇന്ദിരയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാന്ന് അവൾ പ്ലാൻ ചെയ്തതാണ്. അങ്ങനെയാണ് ഓൾറെഡി ഇന്ദിര പ്ലാൻ ചെയ്തിട്ടുണ്ട്
ഉണ്ടായിരുന്ന അവളുടെ റിസർച്ചിനെ കുറിച്ച് ഗുരുവുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതും ഗുരുവിനെ കൊണ്ട് ആ ഒരു റിസർച്ച് വർക്ക് ചെയ്യിക്കാൻ മേജറോട് സംസാരിക്കുന്നതും അതിന് അനുമതി വാങ്ങിക്കൊടുക്കുന്നതും. എന്നാൽ അതിന്റെ ആപത്ത് മനസ്സിലായപ്പോൾ ആർമി ടീം ഗുരുവിനെ കൊന്നുകളയാൻ തീരുമാനിച്ചില്ലേ. അങ്ങനെ അവനെ കൊല്ലാനായിട്ട് ഒരു ടീം അവന്റെ സ്ഥലത്തേക്ക് പോകുന്നത് ഗുരുവിനെ നേരത്തെ വിളിച്ചറിയിച്ചത് അത് ഇന്ദിരയായിരുന്നു. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ട ശേഷം ഗുരുവിനെ രഹസ്യമായിട്ട് മീറ്റ് ചെയ്തിട്ട് ഈ ഒരു ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം ഗുരു, നീ ഓൾറെഡി മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോ നീ എന്താണ് ചെയ്യാൻ ആഗ്രഹിച്ചത് അത് നീ ഇവിടെ നിന്ന് രഹസ്യമായിട്ട് ചെയ്തോ. അതിനുവേണ്ട എല്ലാ ഹെൽപ്പും ഞാൻ നിനക്ക് ചെയ്തുതരാം. അങ്ങനെയാണ് നൂറ എന്ന ഹോസ്പിറ്റലിനുള്ളിൽ അവന് വേണ്ടിയിട്ട് ഒരു ബിൽഡിംഗ് തന്നെ കെട്ടിക്കൊടുത്തത്. അതായത് നൂറ എന്ന ഹോസ്പിറ്റലിനെ പുറത്തു നോക്കുമ്പോൾ അതിന്റെ ഓണർ വേറെയാണ്. എന്നാൽ അത് നമ്മുടെ ഡോക്ടർ ഇന്ദിരയുടെ ബിനാമി മാത്രമാണ്. യഥാർത്ഥ ഓണർ അത് ഇന്ദിരയാണ്. ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഹീറോ കണ്ടെത്തിയ ശേഷമാണ് ഇതിന്റെയൊക്കെ പിന്നിലെ ഇന്ദിരയാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നത്. അവസാനം നമ്മുടെ ലേഖ രക്ഷപ്പെടുത്താനേ ഗുരുവിന്റെ സ്ഥലത്തേക്ക് ഹീറോ എത്തിയിരുന്നില്ലേ. അങ്ങനെ ഗുരുവുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന വിഷ്വൽസ് ഒക്കെ തൊട്ടടുത്ത റൂമിലിരുന്നിട്ട് CCTVയിലൂടെ ഇന്ദിര കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയെന്ന് മനസ്സിലായപ്പോൾ താനും കുടുങ്ങുന്നു മനസ്സിലായപ്പോഴാണ് ഓൾറെഡി ഇന്ദിരയും ഗുരു ലോക്ക് ചെയ്ത പോലെ ഒരു ഡ്രാമ അവൾ സെറ്റ് ചെയ്തത്. ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോ ഇന്ദിരയോട് പറയുമ്പോൾ അവസാനമായിട്ട് ഇന്ദിര അടുത്ത ഡ്രാമ ഇറക്കാണ്. ഞാൻ ഈ ചെയ്തതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ ഇന്ത്യയുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മാത്രമാണ്. ഈ ഒരു എക്സ്പെരിമെന്റ് വിജയിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആക്രമിക്കാൻ വരുന്ന എല്ലാ ശത്രു രാജ്യങ്ങളെയും നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ സ്വന്തം ആർമിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. അപ്പൊ ഹീറോ പറയുന്നുണ്ട്, സംഭവമൊക്കെ കൊള്ളാം, എന്നാൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് ഓൾറെഡി നിങ്ങൾ മറ്റു ചില രാജ്യങ്ങളുമായിട്ട് ഡീൽ ഉറപ്പിച്ചിട്ടില്ലേ, അതിന്റെ രേഖ മുഴുവൻ എന്റെ കയ്യിലുണ്ട്, ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. അതെന്താന്ന് നിങ്ങൾക്കറിയാലോ. അങ്ങനെ ഹീറോ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. സൊസൈറ്റിയുടെ മുൻപിൽ വലിയൊരു സ്ഥാനമുള്ള ആളുകളൊക്കെ ബഹുമാനിക്കുന്ന ഇന്ദിരയുടെ എല്ലാ രഹസ്യം ഹീറോ പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ അവള് അപമാനിക്കപ്പെടില്ലേ. അതിലും നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാണ്. അങ്ങനെ അവര് തന്നെ സ്വയം ഷൂട്ട് ചെയ്യാണ്. അടുത്ത സീനിൽ നമ്മുടെ ഹീറോയ്ക്ക് ഓൾറെഡി തന്റെ ലവറായിരുന്ന അനന്യ മറക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അവളുടെ ചീതയിന് മുൻപിൽ നിന്ന് ഹീറോ ഒരു തീരുമാനം എടുത്തിരുന്നു. അവളുടെ മരണത്തിന് പിന്നിലെ ആരാണോ അവരെ കണ്ടെത്തിയ ശേഷം ആ ഒരു ചീത ഒഴുക്കുള്ളൂ. അങ്ങനെ അവസാനം അത് നദിയിൽ ഒഴുക്കാണ്. ആ ഒരു സ്ഥലം ഏതെന്ന് വെച്ചാല് നമ്മുടെ ലേഖ ഇടക്കിടക്ക് ഹീറോയെ ഡ്രീമിൽ കാണാറില്ലേ, അതേ സ്ഥലം തന്നെയാണ്. അങ്ങോട്ടേക്ക് ലേഖ ഓടി വന്നിട്ട് ഹീറോയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഒന്നാവാണ്. ചിലപ്പോ ഹീറോയെ വിട്ടുപോയ അനന്യ തന്നെ ആയിരിക്കാം നമ്മുടെ ലേഖയ്ക്ക് ഹീറോയുടെ ഓർമ്മകൾ കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെ കുറെ അധികം അടിപൊളി ട്വിസ്റ്റുകളുമായിട്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്ന കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യില്ലേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ട്വിസ്റ്റ് മലയാളം എന്ന നമ്മുടെ ചാനൽ പരിചയപ്പെടുത്തുക. മറ്റൊരു അടിപൊളി കഥയിൽ നമുക്ക് നാളെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.